എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വർഷത്തെ തിങ്കളാഴ്ച നടക്കുന്ന SSLC SS പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെയാണ് സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നത് സംബന്ധിച്ച് മോഡൽ പരീക്ഷയുടെയും മുൻവർഷ പരീക്ഷകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യശേഖരം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യശേഖരം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ചോദ്യശേഖരം തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നു. ആ ചോദ്യശേഖരങ്ങളിൽ നിന്ന് 2022 2023 ഒക്കെ നടത്തിയ അവതരണങ്ങളിൽ നിന്ന് 70-ലധികം മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ ചോദ്യശേഖരത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ധൈര്യത്തിലാണ് ഇന്ന് ഇവിടെ ഈ ചോദ്യശേഖരം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മോഡൽ പരീക്ഷയുടെ അതേ പാറ്റേൺ പിന്തുടർന്നുകൊണ്ടാണ് SSLC പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ചോദ്യശേഖരം അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും മുൻകൂട്ടി നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ടെക്സ്റ്റ് ബുക്കുകളും മറ്റ് രേഖകളും ഒക്കെ കയ്യിൽ വെച്ച് കൃത്യമായി അടയാളപ്പെടുത്തി ഈ ചോദ്യശേഖരം അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ വിശദീകരിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ഒരിക്കലും വിശദീകരിക്കുന്നില്ല. പക്ഷേ ചില ചോദ്യങ്ങൾ വിശദീകരിക്കും, മറ്റു ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യശേഖരങ്ങളിലെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി സോഷ്യൽ സയൻസ് 1 സാമൂഹ്യശാസ്ത്ര 1 ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇവിടെ ബോൾഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ചോദ്യം തന്നെ വരാൻ സാധ്യതയുള്ള മറ്റു ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കാരണങ്ങൾ, ഫലങ്ങൾ. അപ്പോൾ അതിൽ 2-3 ഹിൻസ്, സൂചനകൾ കൊടുത്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. വരാൻ സാധ്യതയുള്ള സൂചകങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, തിങ്കേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോ ഹിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ മെർക്കൻ്റലിസം പറയുമ്പോൾ മെർക്കൻ്റലിസം എന്ന നയത്തിൻ്റെ ഭാഗമായി പല നിയമങ്ങളും ഇംഗ്ലീഷുകാർ കോളനികളിൽ അടിച്ചേൽപ്പിച്ചു. ആസ് എ പാർട്ട് ഓഫ് മെർക്കൻ്റലിസം സെവറൽ ലോസ് വർ ഇംപ്ലിമെൻറ്റഡ് ബൈ ഇംഗ്ലീഷ് ഇൻ ദി കോളനീസ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ മെർക്കൻ്റലിസ്റ്റ് ലോസ് എക്സ്പ്ലെയിൻ ചെയ്യാണ് അവിടെ ആദ്യമായിട്ട് വേണ്ടത്. അതേപോലെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ 2 കോണ്ടിനെൻ്റൽ കോൺഗ്രസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലഡൽഫിയ ഇൻ 1774. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്ന് പറയുന്നത് ജോർജിയ ഒഴികെയുള്ള 12 കോളനികളിലെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ 1774 സമ്മേളിച്ചു. ഇതിനെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് വേണം അത് എഴുതാൻ. രണ്ടാമത് മറ്റൊരു ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം? ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ്റെ കാരണങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായി പോയിൻ്റുകളായിട്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. 7 പോയിൻറ്റ്സ് അതിൽ ഉണ്ട്. ആ പോയിൻ്റുകളിൽ നിന്നും ഒരു 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും. കാരണം 3 മാർക്കിൻ്റെ ആണ് അതിലെ ഒരു ഹിൻ്റാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ടത്. അതേപോലെ നെപ്പോളിയൻ്റെ പരിഷ്കാരം. നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശേഷം ഫ്രാൻസിൽ അധികാരത്തിൽ വരികയും ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. നമുക്കറിയാം 6 പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 3 എഴുതിയാൽ മതിയാവും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2-3 ഹിൻസ്
കൊടുത്തുകൊണ്ട് ആ ചോദ്യം വരാവുന്ന ചില സൂചകങ്ങളാണ്, ഹിൻസാണ് ഇവിടെ കൊടുത്തുള്ളത്. ലൂയി രാജാക്കന്മാർ, ഫ്രഞ്ച് സൊസൈറ്റി, ചിന്തകന്മാർ, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ ഓരോ സൂചകങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യണം, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് ദി റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും, കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ, ചിന്തകരും എഴുത്തുകാരും, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. 5 ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-3 ഹിൻസ് ആയിരിക്കും വരിക. ആ ഹിൻസ് പ്രത്യേകിച്ചും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിന് വിശദീകരിക്കണം. രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് ഇതേപോലെ 6 മാർക്കിൻ്റെ ഒരു ചോദ്യം ആണ് ഉണ്ടാവാൻ സാധ്യത. മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വരാൻ സാധ്യതയുള്ള മറ്റു ചില ചോദ്യങ്ങൾ: കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് ദി വേൾഡ് വാർ II. സൂചകങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. സൈനിക സഖ്യങ്ങൾ, മിലിറ്ററി അലയൻസസ്, പ്രീണന നയം, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, നാസിസം, ഫാഷിസം. അവിടെ സൈനിക സഖ്യങ്ങൾ, 2 സൈനിക സഖ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഉൾപ്പെടുന്ന, നമുക്ക് ചുരുക്കത്തിൽ ജിച്ച് എന്ന് എഴുതാം, ആക്സിസ് പവേഴ്സാണ്, അച്ചുതണ്ട് ശക്തികളാണ്. മറ്റൊന്ന് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ഉൾപ്പെടുന്ന അലൈഡ് പവേഴ്സാണ്, സഖ്യശക്തികളാണ്. ദെൻ പ്രീണന നയം, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായി കരുതിക്കൊണ്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും സ്വീകരിച്ച ഒരു പോളിസിയാണ്. അക്കോർഡിംഗ് ടു ദാറ്റ് പോളിസി അവർ ഈ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആക്രമണങ്ങളെ അവർ ഈ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തടഞ്ഞില്ല എന്നതാണ്. നാസിസം, ഫാഷിസം വിശദമായി പറയുന്ന വിഷയങ്ങളാണ്. അതിലേതെങ്കിലും വന്ന പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നാസിസം ആൻഡ് ഫാഷിസം. നാസിസത്തെയും ഫാഷിസത്തെയും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. രണ്ടും വളർന്നു വരാനിടയായ സാഹചര്യങ്ങളുണ്ട്, രണ്ടിൻ്റെയും സവിശേഷതകൾ വിശദീകരിക്കണം. മറ്റൊന്ന് ഇവാലുവേറ്റ് ദി മൂവ്മെൻറ്റ്സ് ഇൻ ദി വേൾഡ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ബേസ്ഡ് ഓൺ ഹിൻസ്. അവിടെ വരാവുന്ന 4 സൂചകങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന, അപകോളനീകരണം അഥവാ ഡീകോളനൈസേഷൻ, ശീതസമരം കോൾഡ് വാർ, ചേരിചേരായ്മ നോൺ അലൈൻമെൻറ്റ് വന്ന സൂചകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഉത്തരം എഴുതണം. മറ്റൊന്ന് എന്താണ് നവസാമ്രാജ്യത്വം, ഇതിൻ്റെ ആശയങ്ങൾ എന്തെല്ലാം, ഇത് ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം. ഈ 3 കാര്യങ്ങളും കൂടി വരാൻ സാധ്യത കുറവാണ്. എന്താണ് നവസാമ്രാജ്യത്വം, അത് ലോകത്തുണ്ടാക്കിയ ഫലങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഭാഗങ്ങൾ വരാം. 3 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അധ്യായം 3ലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് മോഡൽ പരീക്ഷയ്ക്ക് വന്നത്. അതേ മാതൃകയിൽ വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെൻറ് ഹൂസ് സ്റ്റേറ്റ്മെൻറ്റ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ആരുടെ വാചകം? എന്താണ് ഉത്തരം? യെസ്, എൻ ഗ്ലാഡൻ. ഗ്രാമസ്വരാജ് ആരുടെ ഐഡിയ ആണിത്, ആരുടെ ആശയമാണ്? അത് ഗാന്ധിജിയുടെ ആശയമാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഏതുതരം സിവിൽ സർവീസിൽ ഉൾപ്പെടുന്നു? പേജ് നമ്പർ 56 കൊടുത്ത ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ്. അപ്പോൾ അവിടെ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, ജോയിൻറ്റ് സർവീസ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, അതാണ് 3 ടൈപ്പ് സർവീസുകളുള്ളത്. 3 ഗവൺമെൻറ്, അഖിലേന്ത്യാ സർവീസ്, ഇങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 3 ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. അതേപോലെ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏതിൽപ്പെടുന്നു, IPS അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ഏതിൽപ്പെടുന്നു, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഏതിൽപ്പെടുന്നു എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാം. ശരി ഉത്തരങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി വെക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും മെമ്പർമാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? യെസ്, പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ്
അതേപോലെ പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയാണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഹു അപ്പോയിൻറ്റ്സ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സംസ്ഥാന PSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഹു അപ്പോയിൻറ്റ്സ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് PSC. സ്റ്റേറ്റ് PSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ ഭരണത്തലവൻ അഥവാ സ്റ്റേറ്റ് ഗവർണറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം, സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റ് എന്ന് APJ അബ്ദുൽ കലാം എന്തിനെക്കുറിച്ചാണ് വിശേഷിപ്പിച്ചത്? എന്താണ് ശരി ഉത്തരം? അറിയാനുള്ള അവകാശ നിയമമാണോ? അല്ല, ഗവേണൻസ് ആണ്. ഗവേണൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്തയാണ്. ലോക്പാലല്ല, സെൻട്രൽ വിജിലൻസ് കമ്മീഷനല്ല, ലോകായുക്തയാണ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൈസേഷൻ വർക്ക്സ് നാഷണലി ടു പ്രിവെൻറ്റ് കറപ്ഷൻ? അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇതിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. 3 മാർക്കിന് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഇന്ത്യൻ സിവിൽ സർവീസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് റിക്രൂട്ട്സ് അറ്റ്, അപ്പോയിൻറ്റ്സ് ഇൻ, ഈ 2 പോയിൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിൽ റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവലാണ്, സെൻട്രൽ സർവീസും നാഷണൽ ലെവലാണ്, സ്റ്റേറ്റ് സർവീസ് ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലാണ്. അതുപോലെ അപ്പോയിൻറ്റ്സ് ഇൻ, എവിടെയാണ് നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിലോ സെൻട്രൽ സർവീസിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലോ, അപ്പോയിൻറ്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസ് ഓർ സ്റ്റേറ്റ് സർവീസ്. അഖിലേന്ത്യാ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു. അതേപോലെ സെൻട്രൽ സർവീസ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലാണ് നിയമിക്കുക, സ്റ്റേറ്റ് സർവീസ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലാണ് നിയമിക്കുക. ഓരോന്നിൻ്റെ ഉദാഹരണം കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതേപോലെ മറ്റു ചോദ്യങ്ങൾ ഇവിടെ കാണാം. ഇന്ത്യൻ സിവിൽ സർവീസിൽ ഉൾപ്പെട്ട അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് കുറിപ്പെഴുതുക. ഇങ്ങനെ മാത്രം ചോദിക്കാം. അപ്പോൾ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ഉത്തരത്തിൽ ഉള്ള കാര്യം. ദെൻ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? നമ്മൾ കൃത്യമായി പോയിൻ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ: ഓഫീസുകളിൽ പോയി കാത്തു നിൽക്കേണ്ട, കുറഞ്ഞ ചെലവിലും വേഗത്തിലും സേവനങ്ങൾ നേടാം, ഗുണമേന്മയും കാര്യക്ഷമതയും വർദ്ധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതേപോലെ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം വിശദമാക്കുക. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം അതും പോയിൻ്റായിട്ട് തന്നെ 4 പോയിൻറ്റ്സ് ഉണ്ട്. 3 പോയിൻറ്റ്സുകളെ ഉത്തരമായിട്ട് എഴുതേണ്ടതുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ UPSC ആൻഡ് സ്റ്റേറ്റ് PSC. UPSCയുടെയും സ്റ്റേറ്റ് PSCയുടെയും ഒരു വ്യത്യാസം നേരത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. UPSCയിലെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ്. സംസ്ഥാന PSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അതേപോലെ UPSC എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതാണ്. സംസ്ഥാന PSC സംസ്ഥാന സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതാണ്. രണ്ടും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷൻ്റെ ഘടനയും ധർമ്മവും. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ, വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സംവിധാനമാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയിൽ കൃത്യമായ മറുപടി തരാതിരിക്കുകയോ മറുപടി നിരസിക്കുകയോ അതല്ലെങ്കിൽ തെറ്റായ മറുപടി നൽകുകയോ ചെയ്താൽ സമീപിക്കാനുള്ള സംവിധാനമാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ഘടനയും ധർമ്മവുമാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ എന്താണ് സേവനാവകാശ നിയമം വിശദമാക്കുക. റൈറ്റ് ടു സർവീസ് ആക്ട്. അതേപോലെ ലോകായുക്തയും ലോക്പാലും. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലുണ്ട്. ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിലാണ്, ലോകായുക്ത സംസ്ഥാന തലത്തിലാണ്. കോടതി നടപടികളുടെ രീതിയിലാണ് രണ്ടും പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം.
എന്താണ് ഓംബുഡ്സ്മാൻ? വിശദീകരിക്കുക. ഇതൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ അധ്യായവും 5-ാമത്തെ അധ്യായവും 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വരാം. വന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വരാവുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ 6 സവിശേഷതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ദി ജമീന്ദാർസ്. അതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഓർക്കാം, ജമീന്ദാർമാരാണ് നികുതി പിരിച്ചെടുക്കുന്നത്. വെൻ ജമീന്ദാർ വാസ് ദി ഓണർ ഓഫ് ദി ലാൻഡ്, ആ നികുതി പിരിച്ചെടുക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥൻ ജമീന്ദാറായിരുന്നു. ദെൻ വെൻ ജമീന്ദാർ ബിക്കെയിം ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്, ദി പെസൻസ് ബിക്കെയിം ടെനൻസ്. ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ കർഷകർ കുടിയാന്മാരായി മാറി തുടങ്ങിയ കാര്യങ്ങളവിടെ എഴുതാം. ദെൻ മറ്റൊന്ന്, ദാദാഭായ് നവറോജിയുടെ കണ്ടെത്തലുകൾ പ്രകാരം ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയെല്ലാം, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുമ്പോൾ, അതുപോലെ ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ലാഭം, അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്താം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സമരരീതികൾ. എക്സ്പ്ലെയിൻ ദി മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സമരരീതികൾ. ഒരു 1906 സ്റ്റാർട്ട് ചെയ്തതാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ, സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വദേശ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കുകയും ഫോറിൻ പ്രൊഡക്ട്സ് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 4-ാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദി റിസൾട്ട്സ് ഓഫ് ദി റിബല്ലിയൻ ഓഫ് 1857? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രത്യേകം ശ്രദ്ധിക്കണം. ദി റിബല്ലിയൻ വാസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ബൈ ബ്രിട്ടീഷ്. കലാപം ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. ഇറ്റ് വാസ് മാർക്ക്ഡ് ആസ് ദി ഫോർമോസ്റ്റ് മാസീവ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിതമായ സമരമായിരുന്നു അത്. ദെൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ടുക്ക് ഓവർ ഇന്ത്യ ഫ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ഈ രീതിയിൽ 3 പോയിൻറ്റ്സ് അതിൽ ഉൾപ്പെടുത്തിയാൽ മതിയാവും. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ദി കുറിച്ച് കലാപത്തിൻ്റെ കാരണങ്ങൾ. കുറിച്ച് കലാപത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായി 3 പോയിൻറ്റ്സ് ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മലബാറിലെ കർഷക കലാപത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഇവിടെ കലാപത്തിൻ്റെ കുറിപ്പ് എഴുതുമ്പോൾ ആ കലാപത്തിൻ്റെ കാരണം, അതേപോലെ തന്നെ കലാപത്തിൻ്റെ മുന്നേറ്റം, ദെൻ കലാപത്തിൻ്റെ ഫലം, കലാപത്തിൻ്റെ റിസൾട്ട് അവസാന ഭാഗം വരുന്നത് ഒക്കെ ഉൾപ്പെടുത്തി എഴുതുന്നതാണ് കൂടുതൽ കൃത്യതക്ക് നല്ലത്. കലാപത്തിൻ്റെ ഫലമാണ് 1929 ലോഗൻ കമ്മീഷൻ തെറ്റായ നികുതി നയമാണ് ഈ കലാപത്തിൻ്റെ റീസൺ എന്ന് പറയുകയുണ്ടായി. ദെൻ 7-ാമത്തെ ക്വസ്റ്റ്യൻ, 1855 സന്താളുകൾ കലാപം നടത്താനുണ്ടായ കാരണങ്ങൾ. സന്താൾ കലാപത്തിൻ്റെ കാരണങ്ങൾ, സന്താളുകൾ എന്തുകൊണ്ടാണ് കലാപം നടത്തിയത്, ഒരുപാട് കാരണങ്ങൾ, അവരനുഭവിച്ച പ്രയാസങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. ബംഗാളിലെ നീലം കർഷക കലാപത്തിൻ്റെ പശ്ചാത്തലം. എക്സ്പ്ലെയിൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻഡിഗോ റിവോൾട്ട് ഇൻ ബംഗാൾ. അതും ഇൻഡിഗോ റിവോൾട്ട് ബംഗാളിലുണ്ടായതിൻ്റെ റീസണാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്, അതിലേക്ക് നയിച്ച സാഹചര്യം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റയട്ട്വാരി ആൻഡ് മഹൽവാരി സിസ്റ്റംസ്. റയട്ട്വാരി, മഹൽവാരി സംവിധാനങ്ങളുടെ വ്യവസ്ഥകളുടെ സവിശേഷതകൾ എന്തെല്ലാം? ഇതൊക്കെ ഇന്ത്യയിലെ നികുതി സമ്പ്രദായങ്ങളാണ്. റയട്ട്വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യയിലാണ്, മഹൽവാരി സമ്പ്രദായം നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്. അപ്പോൾ അത് നടപ്പിലാക്കിയ പ്രദേശം, അതേപോലെ തന്നെ അവിടെ നികുതി പിരിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്, ദെൻ ആ നികുതി സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. ദെൻ അധ്യായം 5 5th ചാപ്റ്റർ. 5th ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ദേശീയത വളർത്തുന്നതിൽ പത്രങ്ങൾ വഹിച്ച പങ്ക്, അത് കൃത്യമായി പോയിൻ്റായിട്ട് 6 പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ബ്രിട്ടീഷുകാർ വന്ന അവരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായ പ്രയാസങ്ങൾ പത്രങ്ങൾ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച്, അതുപോലെ പ്ലേഗ്, ക്ഷാമം
തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ദേശീയ സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ച് പത്രങ്ങൾ ജനങ്ങളെ അറിയിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും 3 പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തേണ്ടത്. ദെൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമേത്? ലോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ടു കൺട്രോൾ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ദി റിസൾട്ട് ഓഫ് ദിസ്. അപ്പോൾ ആ ലോ വെർണാക്കുലാർ പ്രസ് ആക്ട് എനാക്റ്റഡ് ബൈ ലോർഡ് ലിട്ടൺ ഇൻ 1878. 1878 ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം ആണ് ഇവിടെ നിയമം. ഈ നിയമം ബ്രിട്ടീഷുകാർ മാസീവ് പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ പിൻവലിക്കുകയാണ് ചെയ്തത്. ശക്തമായ പ്രതിഷേധമുണ്ടാവുകയും ഈ നിയമം പിൻവലിക്കുകയും ചെയ്തു. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാനായി സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാം? 6 പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, പ്രൊട്ടക്ട് ദി റൈറ്റ്സ് ഓഫ് ഓൾ, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ. വളരെ ഈസിയായിട്ട് നമുക്ക് എഴുതാം. ജാതി വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. 4ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഏതെല്ലാം? ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ബൈ ദി ബ്രിട്ടീഷ് ടു ട്രെയിൻ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആൻഡ് ടു ഇൻ്റർവീൻ ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ. 3 സ്ഥാപനങ്ങൾ തന്നെയാണുള്ളത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്. ദെൻ കൽക്കട്ട മദ്രസ എസ്റ്റാബ്ലിഷ്ഡ് ബൈ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ്, ജോനാഥൻ ഡങ്കൻ. മറ്റു ക്വസ്റ്റ്യൻസ് കൂടി ശ്രദ്ധിക്കുക. 5ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? യൂണിവേഴ്സിറ്റി ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? അത് എന്താണ്? അന്തർദേശീയ സാഹോദര്യത്തിനാണ് ഊന്നൽ നൽകിയത്. പാശ്ചാത്യവും പൗരസ്ത്യവുമായ വിദ്യാഭ്യാസ രീതികളുടെ സമന്വയമായിരുന്നു അതിലൂടെ ലക്ഷ്യമിട്ടത്. വിച്ച് എഡ്യൂക്കേഷണൽ സ്കീം വാസ് ബ്രോട്ട് ബൈ ഗാന്ധിജി ഇൻ 1937? എക്സ്പ്ലെയിൻസ് ഫീച്ചേഴ്സ്. 1937 ഗാന്ധിജി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർധ പ്ലാനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അങ്ങനെ വളർന്നു വരുന്നൊരു സമൂഹത്തിന് ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊക്കെ ഗാന്ധിജി പറഞ്ഞു. ദെൻ 7ാമത് മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. ഇന്ത്യൻ ദേശീയത ശക്തിപ്പെടുത്തുന്നതിൽ ആനന്ദമഠം വഹിച്ച പങ്ക്. ആനന്ദമഠം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ കൃതിയാണ്. അതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അത് സന്യാസി കലാപമാണ് അതിലെ പ്രമേയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ദെൻ റോൾ ഓഫ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആൻഡ് പണ്ഡിത രമാബായി ഇൻ സോഷ്യൽ റിഫോർമേഷൻ ഓഫ് ഇന്ത്യ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നമുക്ക് അറിയാം, വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിധവകൾക്ക് പുനർവിവാഹം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെയാണ് 1856 ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയത്. പണ്ഡിത രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അനലൈസ് ദി റോൾ ഓഫ് പെയിൻറ്റേഴ്സ് ഹു പ്ലേഡ് എ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണത്തിൽ ഇന്ത്യയുടെ ദേശീയത വളർത്തുന്നതിൽ പങ്കുവഹിച്ച ചിത്രകാരന്മാരുടെ പങ്ക് വിശകലനം ചെയ്യുക. അപ്പോൾ ചിത്രകാരന്മാരുടെ പേരുകളും അവർ വരച്ച ചിത്രങ്ങളൊക്കെ അവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ദേശീയത ശക്തിപ്പെടുത്തുന്നതിൽ 9ാമത്തെ ചോദ്യത്തിൻ്റെ ഒരു സബ്പാർട്ടാണ്. ദേശീയത ശക്തിപ്പെടുത്തുന്നതിൽ നന്ദലാൽ ബോസ് ചിത്രങ്ങൾ പങ്കുവഹിച്ചത് എങ്ങനെ? പ്രധാനമായും 2 ചിത്രങ്ങളാണ്. ഒന്ന് സതി, ഒന്ന് ഗ്രാമീണ ചണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ. അപ്പോൾ ഈ 2 ചിത്രങ്ങളെക്കുറിച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ 6ാമത്തെ ചാപ്റ്റർ അധ്യായം 6 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ, ലാഹോർ കോൺഗ്രസ് 1929 അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. വരാവുന്ന 11 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം, ഫസ്റ്റ് നാഷണൽ അജിറ്റേഷൻ ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സ്ട്രൈക്ക് ആണോ? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണോ? അല്ല, നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്, നിസ്സഹകരണ സമരമാണ്. ദെൻ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? നിസ്സഹകരണ സമരം സ്റ്റോപ്പ് ചെയ്യാൻ കാരണമായ സംഭവം ഏതാണ്? ചൗരി ചൗര ഇൻസിഡൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് പോപ്പുലർ സ്ട്രഗിൾ ലെഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ഗാന്ധിജി.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം അതേതാണ്? 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ രൂപം നൽകിയ പാർട്ടി 1923 രൂപീകരിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. റവല്യൂഷണറി ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ ബരീന്ദർ കുമാർ ഘോഷ് ആൻഡ് പുലിൻ ബിഹാരി ദാസ്. അവരാരംഭിച്ച വിപ്ലവ സംഘടന ഏതാണ്? അനുശീലൻ സമിതി. ദെൻ ഗദർ പാർട്ടി രൂപീകരിച്ചതാര്? ആരാണ് ഗദർ പാർട്ടി രൂപീകരിച്ചത്? കാലിഫോർണിയയിൽ രൂപം കൊണ്ട ഗദർ പാർട്ടിയുടെ നേതാവ് ലാല ഹർദയാലാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ലീഡർ ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോംഡ് ഇൻ 1934? 1934 രൂപീകരിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാരാണ്? ജയപ്രകാശ് നാരായണനാണ് ശരി ഉത്തരം. ദെൻ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതാരാണ്? എന്താണ് ശരി ഉത്തരം? സുഭാഷ് ചന്ദ്രബോസാണ്. ദെൻ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്കുള്ള മാർച്ചിന് നേതൃത്വം നൽകിയതാരാണ്? ഹു ലെഡ് ദി മാർച്ച് ടു ധരാസന സാൾട്ട് ഫാക്ടറി ഇൻ ഗുജറാത്ത്? ആരാണ്? ശരി ഉത്തരം സരോജിനി നായിഡു. ബാറ്റിൽ ഓഫ് പ്ലാസി ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ബട്ട് ജാലിയൻ വാലാബാഗ് ഷുക്ക് ദി ഫൗണ്ടേഷൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ആ അടിത്തറ ഇളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? ഗാന്ധിജിയാണ്. 1916 ലാഹോർ കോൺഗ്രസിൽ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഹു പ്രസൻറ്റഡ് എ റെസൊല്യൂഷൻ ഇൻ 1916 ലാഹോർ കോൺഗ്രസ് എക്സ്പ്രസിംഗ് സിമ്പതി ഫോർ ദി ഇൻഡിഗോ ഫാർമേഴ്സ്? പ്രത്യേകം ശ്രദ്ധിക്കണം, ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള ഭാഗമാണ് അത്. ശരി ഉത്തരം ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ദെൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേഡയിലെ കർഷക സമരം എന്നിവയെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേഡയിലെ കർഷക സമരം രണ്ടും 1918 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം? വെൻ they denied plague bonus, Gandhiji started the satyagraha and he adopted disobedience of British rules and satyagraha. Then അവസാനം എന്താണ് ഉണ്ടായത്? അതിൻ്റെ റിസൾട്ടും കൂടി പറയണം. ദി അതോറിറ്റീസ് agreed to hike the wages. രണ്ടാമതും അതേപോലെ ഖേഡയിലെ കർഷക സമരമാണ്. ഡ്യൂ ടു ദി drought and crop failure, the farmers in Kheda, it's a village in Gujarat, started strike, but the British authorities did not ready to reduce the taxes. അതിനെതിരെയാണ് സമരം ചെയ്തത്. but they decided to collect the tax. then ഗാന്ധിജി ഇതേപോലെ തന്നെ സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകുകയും അവസാനം the authorities forced to reduce the taxes. ഈ രീതിയിൽ അതിൻ്റെ വിശദീകരണം നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് കുറിപ്പ് എഴുതുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റ് പ്രത്യേകം ഓർത്തു വെക്കുക. 13 ഏപ്രിൽ 1919, 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. എന്തിനെതിരെയാണ്? എന്താണ് അവിടുത്തെ റീസൺ? ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി സമരം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ against the arrest of Saifuddin Kichlu and Satyapal, who led the anti-Rowlatt agitations in Punjab. പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ലുവിൻ്റെയും സത്യപാലിൻ്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. പിന്നെ ആ ജാലിയൻ വാലാബാഗിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല, ജനറൽ ഡയർ കൂട്ടക്കൊലക്ക് ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ട കൂട്ടക്കൊലയിൽ 379 പേർ ഔദ്യോഗികമായി കണക്കനുസരിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചാൽ മതിയാവും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പങ്ക് വിശകലനം ചെയ്യുക. പലതവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ബാക്കി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് ഇനി അവിടെ എഴുതേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, രണ്ടാം ലോകയുദ്ധാനന്തരം ഇന്ത്യയുടെ
സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം? രണ്ടാം ലോകയുദ്ധാനന്തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം? നമുക്കറിയാം, രണ്ടാം ലോകയുദ്ധാനന്തരം ബ്രിട്ടനിൽ ഭരണമാറ്റമുണ്ടായി. ക്ലെമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. രണ്ടാം ലോകയുദ്ധാനന്തരം വൻശക്തികളായി മാറിയ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇന്ത്യക്ക് കോളനിവൽക്കരണത്തിന് എതിരായിരുന്നു. അതേപോലെ തന്നെ കോളനികളെ നിലനിർത്താനുള്ള ശേഷി സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇല്ലാതായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്താം. നിസ്സഹകരണ സമരകാലത്ത് ബഹിഷ്കരണത്തോടൊപ്പം ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെല്ലാം? നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ എഴുതേണ്ടതുണ്ട്. തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അതേപോലെ തദ്ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ഹിന്ദിയുടെ പ്രചരണം തുടങ്ങിയ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ ഗാന്ധിജിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഗാന്ധിജിയുടെ ലളിതമായ രീതികൾ ആണ് അവിടെ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം? പോയിൻ്റായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുള്ളതാണ്. നിസ്സഹകരണ സമരത്തിൻ്റെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ, അതും 6 പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പല കാര്യങ്ങളും ബഹിഷ്കരിക്കുകയുണ്ടായത്. ദെൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കന്മാർ ആരെല്ലാം? ആരാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഇന്ത്യയിലെ നേതാക്കന്മാർ? ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതുകൊണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം? ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി, ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. നിസ്സഹകരണ സമരം ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകളും ജനങ്ങളെ സ്വീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി ചേർത്ത് വെച്ച് 3 പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. ദെൻ എന്താണ് ചൗരി ചൗരാ സംഭവം? ചൗരി ചൗരാ സംഭവം എന്താണ്? നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ സംഭവമാണ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായ ചൗരി ചൗരാ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ചൗരി ചൗരയിൽ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെപ്പിൽ മരണപ്പെടുകയും അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്തു. 22 പോലീസുകാർ മരിച്ചു. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാം? 8 പോയിൻറ്റുകളായിട്ട് ടെക്സ്റ്റ് ബുക്കുള്ളതാണ്. അതിൽ നിന്ന് 3 പോയിൻറ്റ്സാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഉപ്പ് നികുതി എടുത്തു കളയുക, കർഷകർക്കുള്ള നികുതി 50% കുറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ദെൻ ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 5/2 ഭാഗവും ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതിയിൽ നിന്നായിരുന്നു. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാർക്ക് നികുതി വലിയ ഭാരമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 5 പോയിൻറ്റ്സാണ് അതിലുള്ളത്. നമുക്കിവിടെ 4 പോയിൻറ്റ്സേ ആവശ്യമുള്ളൂ. ഇടയിൽ മാറി 4ആണല്ലേ. 4 പോയിൻറ്റ്സാണ് ആവശ്യമുള്ളത്. അപ്പോൾ 4 വിഭാഗങ്ങളോട് ഗാന്ധിജി നൽകിയ നിർദ്ദേശങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. നാട്ടുരാജാക്കന്മാർ, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ, കർഷകർ തുടങ്ങിയവരോടൊക്കെ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളാണ്. അഖിലേന്ത്യാ കിസാൻ സമിതിയുടെ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെട്ട ആവശ്യങ്ങൾ. ദെൻ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങൾ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ എന്താണ്? മുസ്ലിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് അവർ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാവുന്നതാണ്. പഞ്ചാബിനെയും ബംഗാളിനെയും 2ആയി വിഭജിക്കണം. പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുമ്പോൾ അതിർത്തി നിർണ്ണയിക്കുന്നതിനായി ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ ചുമതലപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം ഇന്ത്യയിൽ ഉൾപ്പെടുത്തണോ പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തേണ്ടതാണ്. റഫറണ്ടം നടത്തുക എന്നുള്ളതൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദെൻ 7ാമത്തെ ചാപ്റ്ററിൽ ഉള്ള ക്വസ്റ്റ്യൻസ് വരാവുന്ന ചോദ്യം 4 മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യമാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്തെല്ലാം? ബഹിരാകാശ ഗവേഷണം, സ്പേസ് റിസർച്ചിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആര്യഭട്ട, ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അതേപോലെ ഇന്ത്യയുടെ തുമ്പയിലെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ദെൻ ഇന്ത്യയുടെ ചന്ദ്രയാൻ, മംഗൾയാൻ പദ്ധതികളൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
ദെൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനം സാധ്യമാക്കിയത് എങ്ങനെയാണ്? ഹൗ ദി ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സർദാർ വല്ലഭായ് പട്ടേൽ വാസ് ദി യൂണിയൻ മിനിസ്റ്റർ എൻട്രസ്റ്റഡ് വിത്ത് ദിസ് മിഷൻ. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അതിനുവേണ്ടി നിയോഗിച്ച മന്ത്രിസഭയുടെ തലവൻ. ദെൻ അദ്ദേഹം വി പി മേനോനെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു. വി പി മേനോനും അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലും ചേർന്ന് ഒരു ലയന കരാറുണ്ടാക്കി. വി പി മേനോൻ ക്രിയേറ്റഡ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. ദെൻ the princely states had to transfer the control over defense, external affairs and information and communication to the government of India. കരാറിൽ ഒപ്പുവിടുന്ന നാട്ടുരാജ്യങ്ങൾ 3 അധികാരങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കണം. അങ്ങനെ ഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ഇന്ത്യയോട് കൂടിച്ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവ റിസെൻറ്റ് ചെയ്തു. അവരെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി നടത്തി കൺസീലിയേഷൻ ടോക്സ് ആൻഡ് മിലിറ്ററി ഇൻ്റർവെൻഷൻസ്. സൈനിക നടപടികളും അനുരഞ്ജനത്തിലൂടെയും ഈ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ വ്യാപ്തി പരിശോധിക്കുക. അഭയാർത്ഥി പ്രവാഹം, ഫ്ലോ ഓഫ് റെഫ്യൂജീസ്. ഫ്ലോ ഓഫ് റെഫ്യൂജീസ് എന്ന് പറയുന്നത് എന്താണ്? 10 million പീപ്പിൾസ് ട്രാവൽഡ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ ആൻഡ് വൈസ് വേഴ്സ ബൈ റോഡ്, ഓൺ ഫുട്ട് ആൻഡ് ബൈ ട്രെയിൻ. ദെൻ ഇതിനോടൊപ്പം ഉണ്ടായ മറ്റൊന്നാണ് വർഗീയ കലാപങ്ങൾ. വർഗീയ കലാപങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ദെൻ ഇത് എങ്ങനെയാണ് ഇത് നിയന്ത്രിച്ചത്? പുനരധിവാസ നടപടികളിലൂടെയും ഇടപെടലുകളിലൂടെയും ആണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അഫർമേറ്റീവ് ആക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എഫേർട്സ്. ദെൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഘടനയും ധർമ്മവും. 4ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അതിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയർമാൻ ഫസലലിയാണ്. അംഗങ്ങൾ എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കർ എന്നിവരാണ്. അതിൻ്റെ പ്രവർത്തനം എഴുതണം. അവർ ചർച്ച നടത്തുകയും സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കുകയും അതിലൂടെ ഇന്ത്യയിൽ 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ ചരിത്രം എഴുതുക. അവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മീഷനും. അതിൻ്റെ ചെയർമാന്മാരൊക്കെ പരാമർശിക്കേണ്ടതുണ്ട്. പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എഴുതണം. പഞ്ചവത്സര പദ്ധതികളിലൂടെ വ്യത്യസ്ത മേഖലകളിൽ ഇന്ത്യ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ അതിൽ നിന്ന് 4 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ പഞ്ചശീല തത്വങ്ങൾ എന്നാൽ എന്ത്? പഞ്ചശീല തത്വങ്ങൾ ഏതെല്ലാം? അങ്ങനെയും ചോദ്യം വരാം. പഞ്ചശീല തത്വങ്ങൾ എന്നാൽ എന്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും ചൈനയ്ക്ക് വേണ്ടി ചൗ എൻ ലായുമാണ് അതിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ദെൻ 8ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു കോളം പൂർത്തിയാക്കാനുള്ള മാച്ച് ദി കോളം ക്വസ്റ്റ്യനാണ് വരുന്നത്. 1.25 കോടി മലയാളികൾ, നിവർത്തന അജിറ്റേഷൻ, ദെൻ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ഇവിടെ നിർവാണ അജിറ്റേഷൻ എന്നാണ് വന്നിട്ടുള്ളത്, നിവർത്തന അജിറ്റേഷൻ എന്നാണ് ഇത് വരേണ്ടത്. ദെൻ ഇതിൻ്റെ ശരിയുത്തരം നമുക്കറിയാം. വരാവുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. പുന്നപ്ര വയലാർ സമരം, ഇലക്ട്രിസിറ്റി സമരം, ആദ്യ മഹിളാ സമ്മേളനം, ഐക്യ കേരള സമ്മേളനം. ശ്രദ്ധിക്കുക. ഇവിടെ ശരിയുത്തരം ഏതാണ്? യെസ്, പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് തിരുവിതാംകൂറിലാണ്. ഇലക്ട്രിസിറ്റി സമരം കൊച്ചിയിലാണ്. ആദ്യ മഹിളാ സമ്മേളനം നടക്കുന്നത് വടകരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം വടകരയിലെ 1931 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. ഐക്യ കേരള സമ്മേളനം എന്ന് പറയുന്നത് ആലുവ. ഇതിൽ കൊടുത്തത് ആലുവയാണ്. തൃശ്ശൂർ വന്നാൽ അതാണ് ശരിയുത്തരം. കാരണം ആലുവയിലും തൃശ്ശൂരിലും ഐക്യ കേരള സമ്മേളനം ഉണ്ടായിട്ടുണ്ട്. 2ാമത്തെ ചോദ്യം, ഇവിടെ ചാന്നാർ കലാപം, അരുവിപ്പുറം കോൺസെക്രേഷൻ ഓഫ് ലോർഡ് ശിവ അറ്റ് അരുവിപ്പുറം, അതുപോലെ ഓൾ റിലീജിയൻ കോൺഫറൻസ്, അങ്ങനെ 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 4 വരൂ, 6 കൊടുത്തത് എങ്ങനെയാണ് മാച്ച് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ചാന്നാർ കലാപവുമായി ബന്ധപ്പെട്ടത്
ചാന്നാർ കലാപവുമായി ബന്ധപ്പെട്ടത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആരാണ് അതിന് ലീഡ് ചെയ്തത്? യെസ്, ശ്രീനാരായണ ഗുരുവാണ്. സർവമത സമ്മേളനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്നു തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തി ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന സവർണ ജാഥ നേതൃത്വം നൽകിയതാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ മന്നത്ത് പത്മനാഭൻ, സവർണ ജാഥ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിഫോമേഴ്സ് ആൻഡ് റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. പേജ് നമ്പർ 161 ഒരു കൂട്ടം റിഫോമേഴ്സിൻ്റെയും റിഫോമേഷൻ മൂവ്മെൻറ്റ്സിൻ്റെയും പേരുകളുണ്ട്. അവിടെ നോക്കിയിട്ട് അവിടെ ഉള്ള സമത്വ സമാജം, അതുപോലെ അരയ സമാജം, സ്വാഭിമാന പ്രസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നും വരാൻ ചോദ്യങ്ങൾ ഉണ്ടാകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ വ്യാകരണ ഗ്രന്ഥം, ആദ്യ വർത്തമാന പത്രം, അതുപോലെ ഫസ്റ്റ് കംപ്ലീറ്റ് ബുക്ക്, ഫസ്റ്റ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, ഫസ്റ്റ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി. ഈ ചോദ്യങ്ങളുടെ ശരി ഉത്തരം നോക്കാം. 4 വരും, പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ വ്യാകരണ ഗ്രന്ഥം, ഫസ്റ്റ് ഗ്രാമർ ബുക്ക് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ഫസ്റ്റ് ന്യൂസ് പേപ്പർ, കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. ദി ഫസ്റ്റ് കംപ്ലീറ്റ് ബുക്ക്, ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം, ശരി ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ദെൻ ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, ശരി ഉത്തരം ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. ദെൻ ആദ്യത്തെ നിഘണ്ടു, ഫസ്റ്റ് ഡിക്ഷണറി എന്ന് പറയുന്നത് അർണോസ് പാതിരിയൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ്, ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ്, മലബാർ റെബല്ലിയൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ കോളം പൂർത്തിയാക്കാനപ്പുറത്തുള്ള കാര്യങ്ങൾ മലബാർ ജില്ലാ കോൺഗ്രസ്, മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് പാലക്കാട് വെച്ച് നടന്നതാണ്. ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് മഞ്ചേരിയാണ്. അതേപോലെ മലബാർ സമരം ഏറനാട് വള്ളുവനാട് വന്നാലും അത് ശരി ഉത്തരം ആണ്. ഇപ്പോൾ ഏറനാട് വള്ളുവനാട് താലൂക്കുകളെയാണ് പ്രധാനമായിട്ടുണ്ടായത്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അഥവാ സിവിൽ നിയമലംഘന സമരം എവിടെയാണ്? സിവിൽ നിയമലംഘന സമരം യോജിച്ചത് പയ്യന്നൂരും കോഴിക്കോടുമാണ്. അത് ശരി ഉത്തരങ്ങൾ വരിക. ദെൻ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നത് കീഴരിയൂരാണ് നമ്മൾ പഠിക്കാനുള്ളത്. ദെൻ 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, അതിൻ്റെ ശരി ഉത്തരം ഒറ്റപ്പാലം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുണ്ടറ വിളംബരം, ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക്, കീഴരിയൂർ ബോംബ് കേസ് തുടങ്ങിയ കാര്യങ്ങളാണ്. കുണ്ടറ വിളംബരം ആരാണ് കുണ്ടറ വിളംബരം പ്രൊക്ലെയിം ചെയ്തത്? യെസ്, ഇറ്റ് ഈസ് വേലുത്തമ്പി ദളവ. ദെൻ ഇലക്ട്രിസിറ്റി സമരം ഷൺമുഖം ഷെട്ടി എന്ന് പറയുന്ന കൊച്ചിയിലെ ദിവാനാണ്. ദെൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടത് KB മേനോൻ. അവിടെ വേണമെങ്കിൽ കുഞ്ഞിരാമക്കിടാവും വരാവുന്നതാണ്. ദെൻ പുന്നപ്ര വയലാർ സമരത്തിനെതിരെ പ്രവർത്തിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ബാരിസ്റ്റർ T പ്രകാശം. അതേപോലെ മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? അത് നേതൃത്വം കൊടുത്തത്, അതിനെ പ്രിസൈഡ് ചെയ്തത് ആനി ബസന്റ് ആണ്. അതേപോലെ ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിൽ ബാരിസ്റ്റർ T പ്രകാശമാണ്. നെക്സ്റ്റ് 9ാമത്തെ ചാപ്റ്ററും 10ാമത്തെ ചാപ്റ്ററും ഓപ്ഷൻ ചാപ്റ്റേഴ്സാണ്. അതിൽ 8 മാർക്കിൻ്റെ പാഠമാണ്. 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. 9ാമത്തെ അധ്യായത്തിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ പഠന മേഖലകൾ, മേജർ ഏരിയാസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ പഠന മേഖലകൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ തിയറീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിശദമായി നമ്മൾ അധ്യായം തന്നെ പഠിച്ചതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ദെൻ കമ്പാരറ്റീവ് പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, പൊതുഭരണം, താരതമ്യ രാഷ്ട്രീയം, അന്തർദേശീയ രാഷ്ട്രീയം. 2ാമത്തെ ചോദ്യം, രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതലകൾ, ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്,
എന്താണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓർ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതലകൾ എന്നാൽ എന്ത് എന്നുകൂടി ചോദിക്കാം. നിർബന്ധിത ചുമതലകൾ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് അറ്റ് ഓൾ ടൈംസ് അറ്റ് എനി കോസ്റ്റ്. രാഷ്ട്രം നിർബന്ധിതമായും നടപ്പാക്കേണ്ട ചുമതലകളാണ് നിർബന്ധിത ചുമതലകൾ. ഏതെല്ലാമാണ് നിർബന്ധിത ചുമതലകൾ? പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ പീസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താണ്? അതിർത്തി സംരക്ഷണം, അവകാശ സംരക്ഷണം, ആഭ്യന്തര സമാധാനം, ക്രമസമാധാന പാലനം അല്ലെങ്കിൽ ആഭ്യന്തര സമാധാനം നിലനിർത്തുക. ഈ രീതിയിൽ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതേണ്ടതുണ്ട്. എന്താണ് പരമാധികാരം? പരമാധികാരത്തിൻ്റെ 2 തലങ്ങൾ ഏതെല്ലാം? പരമാധികാരം എന്നാൽ എന്ത്? പരമാധികാരം എന്താണെന്ന് എഴുതണം. ആഭ്യന്തര വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലുമൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരമാണ്. അതിൻ്റെ 2 തലങ്ങൾ, ആഭ്യന്തര തലം, ബാഹ്യതലം. ദെൻ 4th ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിന് വേണ്ടി ഗവൺമെൻറ് നിർവഹിക്കുന്ന ചുമതലകൾ ഏതെല്ലാം? ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സിക്യൂട്ട് ലോ, എൻഷുവർ ജസ്റ്റിസ്, മേക്സ് ലോ, ദെൻ ഇവിടെ പറയുന്ന ഒബ്ലിഗേറ്ററി ഫങ്ഷൻസും അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ഫങ്ഷൻസും നിർബന്ധിത ചുമതലകളും വിവേചനപരമായ ചുമതലകളും ഒക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ 4 എണ്ണമാണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് തന്നെയാണ് അതിൽ വരിക. എന്താണ്? ഭൂപ്രദേശം, പരമാധികാരം, ഗവൺമെൻറ്, ജനങ്ങൾ. ടെറിട്ടറി, സോവറിൻറ്റി, ഗവൺമെൻറ്, പോപ്പുലേഷൻ. ദെൻ എന്താണ് പൗരത്വം? പൗരത്വത്തെ എങ്ങനെ തരംതിരിക്കാം? വാട്ട് ഈസ് മെൻറ്റ് ബൈ സിറ്റിസൺഷിപ്പ്? സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ സ്റ്റേറ്റ്. ദെൻ അത് 2 ടൈപ്പാണുള്ളത്, അക്വയേർഡ് ആൻഡ് അക്വയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ലീഗൽ പ്രൊസീജിയേഴ്സ്. പിന്നൊന്ന് സ്വാഭാവിക പൗരത്വമാണ്. സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ബർത്ത്. ദെൻ 10ാമത്തെ അധ്യായം. 10ാമത്തെ അധ്യായത്തിലും 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. വരാവുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. പൗരബോധത്തെ വളർത്തിയെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാം? പൗരബോധം രൂപപ്പെടുത്തുന്ന ഘടകങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്, മോഡൽ പരീക്ഷയ്ക്ക്. പൗരബോധത്തെ വളർത്തിയെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നതും ഏകദേശം സമാനമായ കാര്യങ്ങളാണ്. വ്യത്യാസമുള്ള 2 പോയിൻറ്റ്സ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്? കുടുംബം, വിദ്യാഭ്യാസം, സംഘടനകൾ, അസോസിയേഷൻസ്, അതുപോലെ മീഡിയ, ഡെമോക്രാറ്റിക് സിസ്റ്റം. അതാണ് ഇവിടെ വരുന്ന 5 കാര്യങ്ങൾ. അതിൽ 4 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. അതേപോലെ പൗരബോധ രൂപീകരണത്തിന് സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? പൗരബോധ രൂപീകരണത്തിന് സാമൂഹ്യശാസ്ത്ര പഠനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ വരുന്നത് എക്യുപ്സ് ടു റെസ്പെക്റ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് ടു ബിഹേവ് വിത്ത് ടോളറൻസ്. വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. അതേപോലെ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറൻറ്റ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയറൺമെൻറ്റൽ പ്രോബ്ലംസ്. വിവിധ തരത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയവും പാരിസ്ഥിതികവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയുന്നു. എക്യുപ്സ് ദി ഇൻഡിവിജ്വൽ ടു സജസ്റ്റ് കോംപ്രിഹെൻസീവ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നു. ദെൻ സ്പ്രെഡ് ദി മെസ്സേജ് ഓഫ് പീസ് ആൻഡ് കോഓപ്പറേഷൻ. സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ 2 കാര്യങ്ങളായിരിക്കും ഒരു ചോദ്യത്തിലുണ്ടാവുക. ഇത് 4 കൂടി ഇവിടെ ഇതിൽ ചോദ്യത്തിൽ കൊടുത്തുന്നേ ഉള്ളൂ. 2 കാര്യങ്ങളോ അല്ലെങ്കിൽ 1 കാര്യമോ ആയിട്ട് പരീക്ഷയ്ക്ക് വരാം. താഴെ കാണിച്ചവ പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ എങ്ങനെ പങ്കുവഹിക്കുന്നു? ഇപ്പോൾ കുടുംബം എങ്ങനെ പങ്കുവഹിക്കുന്നു? സംഘടനകൾ, വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥ. എല്ലാത്തിൻ്റെയും ഓരോ 2 പോയിൻറ്റുകളെങ്കിലും പഠിച്ച് വെക്കേണ്ടതുണ്ട്. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ധാർമ്മികത? ധാർമ്മികതയും പൗരബോധവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുകയും ചെയ്യുക. എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ആൻഡ് വൈസസ് ആൻഡ് ടു അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ദെൻ ധാർമ്മികതയും പൗരബോധവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു. ഇമ്മൊറാലിറ്റി ഡിസ്ട്രോയ്സ് ദി സിവിക് കോൺഷ്യസ്നസ്. ദെൻ പൗരബോധത്തിൻ്റെ പ്രാധാന്യം. പൗരബോധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പൗരബോധം ഇല്ലെങ്കിൽ എന്താണ് സംഭവം എന്നാണ് അവിടെ എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ, SS1 ലാസ്റ്റ് ചാപ്റ്ററാണ്. 3 മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യമാണ്.
വരാവുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സമൂഹശാസ്ത്രത്തിലെ പഠന രീതികൾ ഏതെല്ലാം? 4 പഠന രീതികളാണുള്ളത്, നമുക്കറിയാം. സോഷ്യൽ സർവേ, അഭിമുഖം, നിരീക്ഷണം, കേസ് സ്റ്റഡി. സോഷ്യൽ സർവേ, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി. അപ്പോൾ ഈ 4-ൽ 3 അവിടെ ഉത്തരത്തിലായിട്ട് വരേണ്ടത്. ദെൻ അഭിമുഖം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദി പോയിൻറ്റ്സ് ടു ബി ടേക്കൺ മൈൻഡ് വെൻ കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ? അപ്പോൾ ഐഡൻറ്റിഫൈ ദി ആപ്റ്റ് പേഴ്സൺസ്, ഫോർമുലേറ്റ് ദി ഐഡിയ ഓഫ് ഇൻഫർമേഷൻസ് ടു ബി കളക്റ്റഡ്, പ്രിപ്പയർ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ്, ദെൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അഥവാ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉചിതമായ വ്യക്തികളെ കണ്ടെത്തൽ, ശേഖരിക്കേണ്ട വിവരങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപീകരിക്കൽ, ദെൻ ഉചിതമായ ചോദ്യങ്ങൾ തയ്യാറാക്കൽ, ഫലവത്തായ രീതിയിൽ ആശയവിനിമയം നടത്തുക. ദെൻ എന്താണ് അഭിമുഖം? അഭിമുഖ രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാം? അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ മീൻസ് ദി ടോക്ക് ബിറ്റ്വീൻ ഇൻ്റർവ്യൂവർ ആൻഡ് ഇൻ്റർവ്യൂവി. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം. അഭിമുഖത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് വിവരങ്ങൾ വാമൊഴിയായി ശേഖരിക്കുന്നു. ദെൻ വിവരങ്ങൾ എഴുതുന്നത്, രേഖപ്പെടുത്തുന്നത് ഗവേഷകനാണ്. ദെൻ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, അഭിമുഖം നടത്തുമ്പോൾ അത് വ്യക്തികളുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിത രീതി എന്നിവയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിലെ പഠന മേഖലകളാണ്. ധാരാളം പോയിൻറ്റ്സ് അവിടെ ഉണ്ട്. സമൂഹശാസ്ത്രത്തിലെ പഠന മേഖലകൾ എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, സോഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹിക സംഘങ്ങൾ, അതുപോലെ സമുദായം, കമ്മ്യൂണിറ്റി, ഇങ്ങനെ വിവിധ പോയിൻ്റുകളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതി വെക്കേണ്ടത്. ദെൻ സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായ 3 വിപ്ലവങ്ങൾ ഏതെല്ലാം? 3 റവല്യൂഷൻസ്. ഏതെല്ലാമാണ് 3 റവല്യൂഷൻസ്? സയൻറ്റിഫിക് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ശാസ്ത്ര വിപ്ലവം, വ്യാവസായിക വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. ദെൻ മറ്റൊരു ചോദ്യം, എന്താണ് നിരീക്ഷണം? നിരീക്ഷണത്തെ എങ്ങനെ തരംതിരിക്കാം? നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുക. ദെൻ നിരീക്ഷണത്തെ എങ്ങനെ തരംതിരിക്കാം? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. പങ്കാളിത്ത നിരീക്ഷണം, പങ്കാളിത്ത രഹിത നിരീക്ഷണം വിശദീകരിക്കേണ്ടതുണ്ട്. സോഷ്യൽ സർവേയും സെൻസസും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സോഷ്യൽ സർവേ എന്ന് പറയുന്നത് എന്താണ്? തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് ഒരു സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതാണ് സോഷ്യൽ സർവേ. സെൻസസ് എന്ന് പറയുന്നത് എന്താണ്? മുഴുവൻ ജനങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കുന്നതിനാണ് സെൻസസ് എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രത്തിൻ്റെ പ്രയോഗ സാധ്യതകൾ എന്തെല്ലാം? സമൂഹശാസ്ത്രത്തിന് ഏതൊക്കെ മേഖലകളിലാണ് പ്രയോഗ സാധ്യതകൾ എന്നുള്ളത് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നോക്കിയാൽ കാണാവുന്നതാണ്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. ദെൻ നമുക്ക് SS2 പോകാം. SS2 1ാമത്തെ അധ്യായവും 2ാമത്തെ അധ്യായവും ഓപ്ഷൻ ചാപ്റ്റേഴ്സാണ്. അത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. വളരെ കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ള അധ്യായമാണ്. 3 മാർക്കിൻ്റെ ഒരു ചോദ്യവും 5 മാർക്കിൻ്റെ ഒരു ചോദ്യവുമായിട്ടാണ് മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ മാനക രേഖാംശം എത്ര? വാട്ട് ഈസ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ? 82.5 ഡിഗ്രി ഈസ്റ്റ്, 82.5 ഡിഗ്രി കിഴക്ക് എന്നുള്ളതാണ്. കിഴക്ക് എന്നുള്ളത് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഗ്രീനിച്ച് സമയം വ്യാഴം രാത്രി 10 മണിയാകുമ്പോൾ മുംബൈയിലെ സമയം എത്ര, അല്ലെങ്കിൽ ഇന്ത്യയിലെ സമയം എത്ര എന്നൊക്കെ ചോദിക്കാം. സമയമൊക്കെ വ്യത്യാസം ഉണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കണ്ടെത്തേണ്ടത് ഗ്രീനിച്ച് സമയത്തോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ ഇന്ത്യയിലെ സമയം കിട്ടും. ഇവിടെ 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ വ്യാഴം എന്നുള്ളത് വെള്ളി എന്ന്, ഫ്രൈഡേ എന്നായി മാറും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ 2ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓട്ടം സീസൺ. എന്താണ് ഹേമന്തകാലത്തിൻ്റെ സവിശേഷതകൾ? ഹേമന്തകാലത്തിൻ്റെ പ്രധാന സവിശേഷത മരങ്ങൾ ഇല പൊഴിക്കുന്ന കാലം, ട്രീസ് ആർ ഷെഡിങ് ദി ലീവ്സ് എന്നുള്ളതാണ്. ദെൻ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലം വരുന്നത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. ഈ കാലം എന്ന് പറയുന്നത് വേനൽക്കാലത്തിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള പരിവർത്തന മാറ്റത്തിൻ്റെ കാലമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ദെൻ 3 മാർക്കിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഈ ചോദ്യം 5 മാർക്കിനും ചോദിക്കാവുന്ന ചോദ്യമാണ്. അത്രയും കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ ഏതെല്ലാമാണ് വിഷുവങ്ങൾ? ഏതെല്ലാമാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ ദിനങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക. സൂര്യരശ്മികൾ
ഭൂമധ്യരേഖാ പ്രദേശത്ത് ലംബമായി പതിക്കുന്നു. രാത്രിയും പകലും തുല്യമായിരിക്കും. ദെൻ ശൈത്യ അയനാന്ത ദിനത്തെയും ഗ്രീഷ്മ അയനാന്ത ദിനത്തെയും താരതമ്യപ്പെടുത്തുക. ഇതും 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. 3 മാർക്കിന് ചോദിക്കുമ്പോൾ ശൈത്യ അയനാന്ത ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന്, ഗ്രീഷ്മ അയനാന്ത ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്നും വേറെ വേറെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഗ്രീനിച്ച് രേഖ? 0 ഡിഗ്രി രേഖാംശയാണ് ഗ്രീനിച്ച് രേഖ. ദെൻ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻവിച്ച് മെറിഡിയൻ ഇൻ ഡിറ്റർമിനിങ് ദി ടൈം? ഗ്രീനിച്ച് രേഖയിലെ സമയത്തെ ആസ്പദമാക്കിയിട്ടാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരം. മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം എന്ന് പറയുന്നത് അത് എന്താണ്? ഉത്തരായന രേഖയിലേക്കുള്ള, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ആണ് ഉത്തരായനം. അതേപോലെ ദക്ഷിണായന രേഖയിലേക്കുള്ള, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റിനാണ് ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. ദെൻ അത് എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ചേർത്ത് വെച്ച് ഉത്തരം എഴുതണം. ദെൻ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ മുകളിൽ പറഞ്ഞ ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ചില ചോദ്യങ്ങളും വരാം. അതേപോലെ തന്നെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഭൂമിയിലെ വിവിധ ഋതുക്കളെ ക്രമത്തിലെഴുതുക. ഋതുവ്യത്യാസങ്ങൾ എല്ലാ അക്ഷാംശങ്ങളിലും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത് വിശദമാക്കുക. അപ്പോൾ ഭൂമിയിലെ ഋതുക്കളെ ക്രമത്തിലെഴുതുമ്പോൾ വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം, സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ, ഇതാണ് ക്രമം. ഈ ക്രമം പഠിച്ചു വെക്കണം. ദെൻ ആ ഋതുവ്യത്യാസങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ചോദ്യമാണ്, ഋതുവ്യത്യാസങ്ങൾ എല്ലാ അക്ഷാംശങ്ങളിലും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത് വിശദമാക്കുക. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ മിക്കവാറും സമയങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതുകൊണ്ട് ഋതുവ്യത്യാസങ്ങൾ കാര്യമായി അനുഭവപ്പെടുന്നില്ല. എന്നാൽ മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലാണ് ഋതുവ്യത്യാസങ്ങൾ പ്രകടമായി അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരേണ്ടത്. സീസണൽ ചേഞ്ചസ് ആർ നോട്ട് ഒബ്വിയസ് in the tropical regions because of the incidence of sun's rays throughout the year. Then characteristics of different seasons are clearly felt in the mid latitudinal zones. Mid latitudinal zonesലാണ് ഈ ഋതുവ്യത്യാസങ്ങൾ പ്രകടമാവുന്നത്. 2ാമത്തെ അധ്യായം 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഓപ്ഷൻ ചാപ്റ്ററാണ്. 2ാമത്തെ അധ്യായത്തിൽ നിന്നും 8 മാർക്കിൻ്റെ ഇതേപോലെ ചോദ്യങ്ങൾ വരാവുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. കരക്കാറ്റും കടൽക്കാറ്റും, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. സീ ബ്രീസ് എന്ന് പറയുന്നത് എന്താണ്? സീയിൽ നിന്നുള്ള ബ്രീസാണ്. അതുപോലെ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് ലാൻഡിൽ നിന്ന് സീയിലേക്കുള്ള ബ്രീസാണ്. അപ്പോൾ പകൽ കടൽ എന്നോർത്ത് വെക്കുക. പകലാണ് കടൽക്കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് ഉണ്ടാവുക. ഡ്യൂറിങ് ദി ഡേ വാട്ട് ഹാപ്പൻസ്? ഡ്യൂറിങ് ദി ഡേ ദി ലാൻഡ് ഹീറ്റ്സ് അപ്പ് ക്വിക്ക്ലി. അപ്പോൾ എന്ത് ചെയ്യുന്നു? the low pressure will be over land and high pressure over sea. അപ്പോൾ എന്ത് ചെയ്യുന്നു? കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. ഇറ്റ് കോസസ് കമ്പാരേറ്റീവ്ലി കൂളർ എയർ ടു ബ്ലോ ഫ്രം സീ ടു ലാൻഡ്. അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. അതേപോലെ രാത്രി എന്താണ് സംഭവിക്കുന്നത്? as the land cools faster than sea during the night, രാത്രിയിൽ കടലിനപേക്ഷിച്ച് വേഗത്തിൽ തണുക്കുന്നു. അപ്പോൾ കരയിൽ ഉച്ചമർദ്ദമുണ്ടാകുന്നു. അപ്പോൾ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. ലോ പ്രഷർ ഓവർ സീ ആൻഡ് ഹൈ പ്രഷർ ഓവർ ലാൻഡ്. സോ എയർ ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റുമാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളാൻ കാരണമായ ഘടകങ്ങൾ 3 പോയിൻ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സോൺ, കോറിയോലിസ് ഫോഴ്സ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്, സൂര്യൻ്റെ അയനം, അതേപോലെ തന്നെ കോറിയോലിസ് ബലം, ദെൻ തപനത്തിലെ വ്യത്യാസം. താഴെ കാണിച്ച പ്രാദേശികവാദങ്ങളുടെ സവിശേഷതകൾ വിശദമാക്കുക. 3 മാർക്കിന് ചോദിക്കുമ്പോൾ പരമാവധി 3 എണ്ണേ ഉണ്ടാവുള്ളൂ. ലൂ, ചിനൂക്ക്, ഫൊൻ, ഹർമാറ്റൻ, മാംഗോ ഷവേഴ്സ് തുടങ്ങിയ ഓരോ പ്രാദേശികവാദങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി വെക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കേരളത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ദെൻ അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? which are the factors that influence the speed and direction of wind? ഏതൊക്കെയാണ്? പ്രഷർ ഗ്രേഡിയൻറ്റ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ, മർദ്ദച്ചരിവ്, കോറിയോലിസ് ബലം, ഘർഷണം. ഇതിൽ
കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദചരിവും അതുപോലെ തന്നെ ഘർഷണവും. അതേസമയത്ത് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കോറിയോലിസ് പ്രഭാവം. എങ്ങനെയാണ് ഓരോന്നും സ്വാധീനിക്കുന്നതും കൂടി മനസ്സിലാക്കി വെക്കണം. ദെൻ താപം, ഉയരം, ആർദ്രത എന്നിവ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ? മൂന്നും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, അഥവാ വിപരീത അനുപാതത്തിലാണ്. താപം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു, ആർദ്രത കൂടുമ്പോഴും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ദെൻ 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യം, നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പെട്ട ചില ചോദ്യങ്ങൾ, നേരത്തെ കാണിച്ച ചോദ്യങ്ങൾ തന്നെ വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുടെയും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുടെയും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഓരോന്ന് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ദെൻ ഇവയ്ക്കിടയിൽ വീശുന്ന കാറ്റ് ഏതാണ്? അത് പശ്ചിമവാദമാണ്, അല്ലെങ്കിൽ ധ്രുവീയവാദമാണ്, പോളാർ വിൻസാണ്. ദെൻ ഏതെല്ലാമാണ് ആഗോളവാദങ്ങൾ? ഏതെങ്കിലും 2 ആഗോളവാദങ്ങളുടെ സവിശേഷതകൾ വിശദമാക്കുക. ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? വാണിജ്യവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ. ഏതെങ്കിലും 2 ആഗോളവാദങ്ങളുടെ പ്രത്യേകതകളാണ് എഴുതേണ്ടത്. ദെൻ മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന് 1 മാർക്കിൻ്റെ ചോദ്യവും 3 മാർക്കിൻ്റെ ചോദ്യവുമാണ് പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ 1 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷത, ക്വാളിറ്റേറ്റീവ് ഫീച്ചർ. ഇപ്പോൾ തന്നിട്ടുള്ളവയിൽ ക്വാളിറ്റേറ്റീവ് ഫീച്ചർ ഏതാണ്? യെസ്, വിദ്യാഭ്യാസമാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു പ്രദേശത്ത് ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിൽ ഉണ്ടാകുന്ന വർധനവിനെ എന്ത് വിളിക്കുന്നു? ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനവിനെ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുന്നത്? പോപ്പുലേഷൻ ഗ്രോത്ത് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ജനസംഖ്യ വളർച്ച. അതുപോലെ തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ജനസംഖ്യ എത്ര ശതമാനം വർദ്ധിച്ചു? പേഴ്സൻറ്റേജ് ഇൻക്രീസിന് പറയുന്നത് ജനസംഖ്യ വളർച്ച നിരക്ക് എന്നാണ്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ദെൻ നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000, 1000 പേർക്കിടയിൽ എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു? അതിൻ്റെ എന്താണ് പറയുന്നത്? യെസ്, ജനന നിരക്ക് എന്നാണ് പറയുന്നത്. ദെൻ മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷത താഴെ കാണിച്ചവയിൽ ഏതാണ്? ഗണപരമായ സവിശേഷത എണ്ണവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ കൊടുത്തതിൽ ഗണപരമായ സവിശേഷത ജനസാന്ദ്രതയാണ്. അതിനെക്കുറിച്ചുള്ള ഗണപരമായ സവിശേഷതകളും ഗുണപരമായ സവിശേഷതകളും കാണിക്കുന്ന ചാർട്ടിൽ നിന്നും ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം എന്നത് ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ്? ഹെൽത്ത് കെയർ ഓഫ് പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൺ. ഏതാണ്? യെസ്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ആണ്. ദെൻ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നത് ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ്? ഹയർ എഡ്യൂക്കേഷൻ എന്നത് ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ്? രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ. ദെൻ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ്? ഏതാണ്? സമഗ്ര ശിക്ഷാ അഭിയാൻ. ദെൻ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. യെസ്, ഈ 4 പദ്ധതികളുടെ പ്രത്യേകതകൾ കാണിക്കുന്ന ചാർട്ടിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഏതാണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. മറ്റൊരു ക്വസ്റ്റ്യനും കൂടി. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ആകെ ജനങ്ങളുടെ എണ്ണം, ഒരു നിശ്ചിത സമയത്ത് ആകെ ജനങ്ങളുടെ എണ്ണത്തിന് പറയുന്നത് സൈസ് ഓഫ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ ജനസംഖ്യാ വലുപ്പം എന്നാണ്. 11ാമത്തെ ചോദ്യം. 15നും 59നും ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിൽ ഉള്ളവരും തൊഴിൽ അന്വേഷകരുമാരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതം. 15നും 59നും ഇടയിൽ എന്ന് പറയുന്നത് തൊഴിലെടുക്കാൻ പറ്റുന്നവരാണ്. അപ്പോൾ അവിടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, അല്ലെങ്കിൽ എന്താണ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നാണ് അവിടെ പറയുന്നത്. ദെൻ ചോദിക്കാവുന്ന മറ്റ് ചോദ്യങ്ങൾ. ജനസംഖ്യാ പഠനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ജനസംഖ്യാ പഠനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പോയിൻ്റായിട്ട് തന്നെ ഉള്ള കാര്യങ്ങളാണ്. ജനസംഖ്യാ പഠനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ: ഇൻഫോംസ് അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യവിഭവശേഷിയുടെ ലഭ്യത എത്രത്തോളം ഉണ്ട് എന്നറിയാൻ പറ്റും. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത അറിയുക. അതേപോലെ ടു നോ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് 3 മാർക്കിന് 3 പോയിൻ്റായിട്ട് എഴുതേണ്ടത്. ദെൻ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? മാനവ വിഭവശേഷി എന്ന് പറയുമ്പോൾ അത് മെച്ചപ്പെടുത്തൽ എങ്ങനെയാണ്? ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, പരിശീലനം, അതിലൂടെയാണ് മെച്ചപ്പെടുത്തുക. അപ്പോൾ ഓരോന്നിലൂടെയും എന്താണ് ഉണ്ടാകുന്ന മാറ്റം നോക്കാം. വിദ്യാഭ്യാസത്തിലൂടെ ശ്രദ്ധിക്കുക. മേക്ക് പോസിബിൾ ദി
യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. അതുപോലെ ആരോഗ്യപരിപാലനം മെച്ചപ്പെടുന്നതിലൂടെ എന്ത് സംഭവിക്കും? നാച്ചുറൽ റിസോഴ്സസ് ഈസ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നു. അതുപോലെ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസസ്. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു. ദെൻ മറ്റ് ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? നേരത്തെ ഒരു ലക്ഷ്യം പറഞ്ഞിരുന്നു, ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. മറ്റ് ലക്ഷ്യങ്ങളും കൂടി നോക്കി പഠിക്കുക. ആരോഗ്യപരിപാലനം രാജ്യപുരോഗതിക്ക് സഹായകരമാകുന്നത് എങ്ങനെ? അതുപോലെ ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവ ജനസംഖ്യയിൽ വരുത്തുന്ന സ്വാധീനം വിശദമാക്കുക. ജനനനിരക്ക് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജനസംഖ്യ വർദ്ധിക്കുന്നു. മരണനിരക്ക് വർദ്ധിക്കുമ്പോൾ ജനസംഖ്യ കുറയുന്നു. അതുപോലെ കുടിയേറ്റം ഒരു പ്രദേശത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു, മറ്റൊരു പ്രദേശത്തെ ജനസംഖ്യ കുറക്കുന്നു. ദെൻ ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവ വിശദീകരിക്കുക. ജനനനിരക്ക് എന്താണെന്നുള്ളത് നേരത്തെ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ജനനനിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 പേർക്കിടയിൽ ജനസംഖ്യയിൽ എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നുള്ളതാണ്. മരണനിരക്ക് 1000 പേർക്കിടയിൽ എത്ര പേർ മരിക്കുന്നു. അതുപോലെ കുടിയേറ്റം ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്കുള്ള ജനങ്ങളുടെ മാറ്റമാണ്, താമസമാറ്റമാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ദെൻ വിദ്യാഭ്യാസ പുരോഗതി രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായകരമാകുന്നത് എങ്ങനെ? ആരോഗ്യമേഖലയിൽ ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തെല്ലാം? ഒരുപാട് കാര്യങ്ങൾ അതിൽ ബന്ധപ്പെട്ട് പറയാവുന്നതാണ്. ആരോഗ്യമേഖലയിൽ ഒരുക്കേണ്ട സൗകര്യങ്ങൾ, കുടിവെള്ളം, ശുചിത്വം, അതുപോലെ അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ചികിത്സാ രംഗത്ത് ഇന്ത്യയിൽ നിലവിലുള്ള വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാം? ഏറ്റവും താഴെ തട്ടിൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങളുണ്ട്, സബ് സെൻറ്റേഴ്സ് ഉണ്ട്. ദെൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ദെൻ ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഇതൊക്കെ ആണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ആ ഗണപരമായ സവിശേഷതകളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. ജനസംഖ്യാ വലുപ്പം, ജനസാന്ദ്രത തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ദെൻ മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ ഏതെല്ലാം? വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? അതും ആ ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടെത്തി മനസ്സിലാക്കി വെക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, പരിശീലനം, സാമൂഹിക മൂലധനമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ അധ്യായം 4. അധ്യായം 4 നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന പരീക്ഷയ്ക്ക് വന്നത് ഗ്രിഡ് റെഫറൻസുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പോൾ പേജ് 54-ലെയും 55-ലെയും സിംബൽസ് പ്രത്യേകം പഠിച്ചു വെക്കേണ്ടതുണ്ട്. ആ സിംബൽസ് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ആ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസും 6 ഫിഗർ ഗ്രിഡ് റെഫറൻസും നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ അത് എഴുതേണ്ടത് ഈസ്റ്റിങ്സ് ആണ്. അവിടെ ആദ്യം എഴുതേണ്ടത് ഈസ്റ്റിങ്സ് ലെഫ്റ്റ് സൈഡിലുള്ള ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ നമ്പർ എഴുതുക. ദെൻ നോർത്തിങ്സ് അടിയിലുള്ളതും മുകളിലുള്ളതും അടിയിലുള്ള നോർത്തിങ്സിൻ്റെ നമ്പറും എഴുതുക. അങ്ങനെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എഴുതുക. അതേപോലെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എഴുതുമ്പോഴും ഇതേ രീതിയാണ് അനുവർത്തിക്കേണ്ടത്. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എഴുതുമ്പോൾ എഴുതിയതുപോലെ ഈസ്റ്റിങ്സിൽ ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ നമ്പർ എഴുതുക. ദെൻ ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൽ നിന്നും അതിൻ്റെ തൊട്ട് വലത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിലേക്ക് പോകുമ്പോൾ എത്രാമത്തെ 10 ഭാഗമാക്കുമ്പോൾ എത്രാമത്തതിൻ്റെ നേരെയാണ് എന്ന് നോക്കിയിട്ട് ആ നമ്പർ എഴുതുക. അതേപോലെ നോർത്തിങ്സ് അടിയിലുള്ള നോർത്തിങ്സിൻ്റെ നമ്പർ എഴുതുക. ദെൻ അടിയിലുള്ള നോർത്തിങ്സിലും തൊട്ട് മുകളിലുള്ള നോർത്തിങ്സിലേക്ക് നീങ്ങി പോകുമ്പോൾ 10 ഭാഗമാക്കുമ്പോൾ എത്രാമത്തെ നമ്പറാണെന്ന് എഴുതി വെക്കുക. ദെൻ ഇതല്ലെങ്കിൽ വരാവുന്ന ചില ചോദ്യങ്ങൾ പറയുമ്പോൾ, ഒന്ന് പട്ടിക ക്രമപ്പെടുത്താനുള്ള ചോദ്യം. അത് ഫീച്ചർ, കളറ്, സിമ്പൽ ഉള്ളൊരു പട്ടിക ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, അത് വരാം. നേരത്തെ പറഞ്ഞ 54-55 പേജിലെ. ദെൻ നോർത്തിങ്സ്, ഈസ്റ്റിങ്സ് എന്നിവയുടെ സവിശേഷതകൾ. കോണ്ടൂർ രേഖ സ്ഥലാകൃതി പട്ടിക പേജ് നമ്പർ 71 കോണ്ടൂർ ഷേപ്പും ലാൻഡ് ഫോമും തമ്മിലുള്ള പട്ടിക അതിൻ്റെ ലെറ്റേഴ്സ് എസ് എന്ന ഭാഗത്തുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ എന്ന് തരംതിരിക്കുക എന്ന് വരാം. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടൊരു ചോദ്യം വരുന്നത് സ്കെയില്, റിവർ, റോഡ്, ഫോറസ്റ്റ്. ശരി ഉത്തരം എങ്ങനെയാണ് വരിക? ഏതാണ് മാർജിനൽ ഇൻഫർമേഷൻ? മാർജിനിൽ വരുന്ന ഇൻഫർമേഷൻ ഇതിലുള്ളത് സ്കെയിലാണ്, തോത്. അതേപോലെ തന്നെ ഭൗതിക സവിശേഷത, അതായത് എന്താണ് മനുഷ്യനിർമ്മിതമല്ലാത്തത്, പ്രകൃതിദത്തമായ സവിശേഷത ഇതിലുള്ളത് ഏതാണ്? നദിയും വനവുമാണ്. അതുപോലെ തന്നെ സാംസ്കാരിക സവിശേഷത അല്ലെങ്കിൽ കൾച്ചറൽ ഫീച്ചർ എന്ന് പറയുന്നതാണ് റോഡ്. ഈ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അത്
കണ്ടെത്തേണ്ടതുണ്ട്. ദെൻ അഞ്ചാമത്തെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 5ഉം 9 ഓപ്ഷൻ ചാപ്റ്റേഴ്സാണ്. 8 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. എന്താണ് ധനനയം? ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റ്സ് പോളിസി റിഗാർഡിംഗ് എ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. എന്താണ്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തിനാണ് ധനനയം എന്ന് പറയുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം, ഇതുകൊണ്ടുണ്ടാകുന്ന ലക്ഷ്യം, ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അറ്റൈൻ സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കുക, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ദെൻ GST സമിതി ഏതെല്ലാം കാര്യങ്ങളിൽ ശുപാർശ നൽകുന്നു? GST സമിതി GSTയുമായി ബന്ധപ്പെട്ടതാണ്. ടാക്സ്, സെസ് ആൻഡ് സർചാർജ് ടു ബി മെർജ്ഡ് ടു GSTയിലേക്ക് ലയിപ്പിക്കേണ്ട നികുതികൾ, സർചാർജുകൾ, സെസ്സുകൾ എന്നിവ ഏതെല്ലാമാണ്? അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി ബ്രോട്ട് അണ്ടർ GSTയിൽ ലയിപ്പിക്കേണ്ട, GSTയിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സംബന്ധിച്ച വിവരങ്ങളാണ്. മറ്റൊന്ന് ഡിറ്റർമിനിങ് GST റേറ്റ്സ്, GST നിരക്കുകൾ നിശ്ചയിക്കലാണ്. അതുപോലെ തന്നെ ദി ടൈം ഫോർ ഇൻക്ലൂഡഡ് ആൻഡ് എക്സ്ക്ലൂഡഡ് ഐറ്റംസ്, GSTയിൽ ഉൾപ്പെടുത്തേണ്ട ഐറ്റംസ്, GSTയിൽ നിന്ന് ഒഴിവാക്കിയ ഐറ്റംസ് GSTയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സമയം. ഇത്രയും കാര്യങ്ങളാണ്. മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രധാന നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാം? എന്താണ് നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ? നോൺ ടാക്സ് റവന്യൂ സോഴ്സസ്, ഫീസ്, ഫൈൻ ആൻഡ് പെനാൽറ്റി, ഗ്രാൻഡ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്. ഫീസ്, ഫൈനുകളും പെനാൽറ്റികളും, ഗ്രാൻഡ്, ലാഭം, പലിശ. ഗവൺമെൻറ്റിൻ്റെ നികുതിയിതര വരുമാന സ്രോതസ്സുകളാണ്. അതിനെ വിശദീകരിക്കാൻ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, പൊതുകടത്തെ എങ്ങനെ തരംതിരിക്കാം? വിശദമാക്കുക. പൊതുകടം, ആഭ്യന്തര കടം, വിദേശ കടം, ഇൻഡിവിജ്വൽസിൽ നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ നിന്നും, രാജ്യത്തിനകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാങ്ങുന്ന കടമാണ് ഇൻറ്റേർണൽ ഡെപ്റ്റ്. അതുപോലെ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ ഗവൺമെൻറ്റുകളിൽ നിന്നും, ഇൻ്റർനാഷണൽ ഏജൻസികളിൽ നിന്നും, അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും, അതുപോലെ തന്നെ വിദേശ സർക്കാരുകളിൽ നിന്നും വാങ്ങുന്ന കടമാണ് വിദേശ കടം. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ നികുതിയുടെയും പരോക്ഷ നികുതിയുടെയും സവിശേഷതകൾ വിശദമാക്കുക. ഇതിൽ നിന്ന് ഒരു എണ്ണം മാത്രമായിട്ട് വരാം. പ്രത്യക്ഷ നികുതിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പരോക്ഷ നികുതിയുടെ സവിശേഷതകളെന്നും ചോദിക്കാം. ദെൻ ആറാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന പ്രത്യക്ഷ നികുതികൾ ഏതെല്ലാം? ഇന്ത്യയുടെ പ്രധാന പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നത് വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകത്തിന് മേലെ ഏർപ്പെടുത്തുന്ന നികുതിയാണ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് കമ്പനികളുടെ പ്രോഫിറ്റിൻ്റെ മേലെ ഏർപ്പെടുത്തുന്ന നികുതിയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പൊതുചെലവുകളെ എങ്ങനെ തരംതിരിക്കാം? ഏതാണ്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ വികസന ചെലവുകൾ എന്ന് പറയുന്നത് റോഡ്, പാലം, തുറമുഖം പോലുള്ള ചെലവാണ്. വികസനേതര ചെലവുകൾ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയുള്ള ചെലവുകളാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, എന്താണ് ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിവിധ തരം ബജറ്റുകൾ ഏതെല്ലാമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ്. എക്സ്പെക്റ്റഡ് ഇൻകവും എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും എക്സ്പെക്റ്റഡ് ഇൻകവും കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ്. 3 types of budgets are there: balanced budget, surplus budget and deficit budget. Balanced budgetil income and expenditure will be equal. Surplus budget ആണെന്നുണ്ടെങ്കിൽ വരുമാനം കൂടുതലും ചെലവ് കുറവായിരിക്കും. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ വരുമാനം കുറവും ചെലവ് കൂടുതലുമായിരിക്കും. ദെൻ ആറാമത്തെ അധ്യായത്തിൽ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണുള്ളത്. അപ്പോൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെക്കുറിച്ച് വിശദമാക്കുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ GPS എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ബൈ വിച്ച് ഡാറ്റ കളക്റ്റഡ് ഫ്രം മാപ്സ്, ഏരിയൽ ഫോട്ടോഗ്രഫി, സാറ്റലൈറ്റ് ഇമേജറീസ്, tables, surveys, etc. are incorporated to computers using software and are retrieved, analyzed and displayed in the form of maps, tables and graphs. ഇതാണ് അഥവാ എന്താണ്? പടങ്ങൾ, അതുപോലെ ആകാശീയ ചിത്രങ്ങൾ,
ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ എന്നിവകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറുകളിലേക്ക് നിവേശിപ്പിക്കുന്നതിനും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും തുടർന്ന് പട്ടികകൾ, ഗ്രാഫുകൾ, ഭൂപടങ്ങൾ എന്നിവയിലൂടെ അതിനെ പ്രദർശിപ്പിക്കുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവരസഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിക്കാവുന്നതാണ്. രണ്ടാമത്തത് മറ്റൊരു വരാവുന്ന ക്വസ്റ്റ്യൻ, സ്പെക്ട്രൽ സിഗ്നേച്ചർ ആൻഡ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഒരു സെൻസറിന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലുപ്പത്തെയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ എങ്ങനെ തരംതിരിക്കാം. റിമോട്ട് സെൻസിങ്ങിനെ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ തരംതിരിക്കാം. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. അതേപോലെ തന്നെ ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ തരംതിരിക്കാം. പാസീവ് റിമോട്ട് സെൻസിങ്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. പരോക്ഷ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം. പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ അത് സൺലൈറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിദൂര സംവേദനം നടത്തുക. പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ അത് സംവേദകത്തിൽ തന്നെയുള്ള ഒരു ഊർജ്ജത്തെ അടിസ്ഥാനമാക്കിയാണ് വിദൂര സംവേദനം നടത്തുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ്, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നിവ വിശദീകരിക്കുക. ദെൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകൾ, അതുപോലെ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സിൻ്റെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകൾ. ദെൻ ഭൂവിവരവ്യവസ്ഥയിൽ ഉപയോഗിക്കുന്ന സ്ഥാനീയ വിവരങ്ങളുടെ വിശേഷണങ്ങൾ. സ്ഥാനീയ വിവരം എന്ന് പറയുന്നത് എന്താണ്? അക്ഷാംശ, രേഖാംശ, സ്ഥാനമാണ്. വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റു പ്രത്യേകതകളാണ്. ദെൻ ഭൂവിവര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS ആണ്. GIS നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഭൂവിവര വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്ന വിശകലന സാധ്യതകൾ പ്രധാനമായും 3 വിശകലന സാധ്യതകളാണ്. ഓവർലേ വിശകലനം, ബഫർ അനാലിസിസ്, നെറ്റ്വർക്ക് അനാലിസിസ്. ആവൃത്തി വിശകലനം, ശൃംഖലാ വിശകലനം. അത് വിശദീകരിക്കേണ്ടതുണ്ട്. ദെൻ ഏഴാമത്തെ അധ്യായത്തിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ 3 മാർക്കിൻ്റെ ചോദ്യം മാപ്പിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ 1 മാർക്കിൻ്റെ ചോദ്യമായി വരാവുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ ലൂ, മാംഗോ ഷവർ എന്നിവ വീശുന്നത് ഏത് കാലത്താണ്? ലൂ ആൻഡ് മാംഗോ ഷവർ ബ്ലോസ് ഇൻ വിച്ച് സീസൺ? ഏതാണ്? ഉഷ്ണകാലത്താണ്, സമ്മറിലാണ്. അതേപോലെ രാജസ്ഥാനിൽ മഴ കുറയാൻ കാരണമാകുന്ന ഏത് പർവ്വതനിരയുടെ സ്ഥാനമാണ്? ഏത് പർവ്വതനിരയുടെയാണ്? ആരവല്ലി പർവ്വതനിര സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ അതേ ഡയറക്ഷനിലാണുള്ളത്. ദെൻ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ മാസത്തിലാണ്. അതറിയുന്ന ആൾക്ക് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഒക്ടോബർ ഹീറ്റ്. ദെൻ കോറമാണ്ടൽ തീരത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ, കോറമാണ്ടൽ തീരത്ത് അഥവാ തമിഴ്നാട് തീരത്ത് കനത്ത മഴയുണ്ടാവുന്നത് ഏത് കാലത്താണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ് ഉത്തരമെന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. കാരണം വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ അത് വീശുക ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്താണ്. അവിടെയാണ് തമിഴ്നാടൊക്കെ ഉള്ളത്. ദെൻ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട പട്ടിക പേജ് നമ്പർ 113 ആ പട്ടികയെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിൽപ്പെട്ട ഒരു ചോദ്യം എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ഈസ്റ്റേൺ ഹിൽസ്? ഈസ്റ്റേൺ ഹിൽസിൽ ഉൾപ്പെടുന്നത് ഇത് ഉത്തരത്തിലുള്ളത് മിസോ ആണ്. പത്കായിബും, നാഗ, മിസോ, ഖാസി, ഗാരോ, ജയന്തിയ ഒക്കെ ആൻസേഴ്സാണ്. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ദി ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഉത്തരം ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിന് പകരം കൊടുക്കുന്നതിന് പകരം മൗണ്ട് K2 എന്നും വരാം. മൗണ്ട് K2 എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് ശരി ഉത്തരം എന്ന് ഓർത്തു വെക്കുക. ദെൻ വേർ ആർ ഡ്യൂൺസ് ഫൗണ്ട്? അത് പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തുന്നതാണ്. എന്താണ്? കിഴക്കൻ മലനിരകൾ, അതുപോലെ ഹിമാലയം, ട്രാൻസ് ഹിമാലയം തുടങ്ങിയുള്ള ഓരോന്നിലും ഉൾപ്പെടുന്ന പട്ടികയിലുള്ള ചോദ്യമാണ്. ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഇത് സിവാലിക്കിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഉത്തരപർവ്വത മേഖലയുടെ ഏത് ഭാഗത്താണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിറാപുഞ്ചി. അതുള്ളത് എവിടെയാണ്? കിഴക്കൻ മലനിരകൾ. ദെൻ 9th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്.
ദെൻ ഹിമാലയൻ നദികളുടെ പട്ടിക പേജ് നമ്പർ 118 ഹിമാലയൻ റിവേഴ്സിൻ്റെ പട്ടികയുണ്ട്. ആ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തേണ്ട വരാവുന്ന ചോദ്യങ്ങളാണ്. ഇതിലെ 2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്ന ചോദ്യത്തിൻ്റെ എക്സാമ്പിളാണ്. വേറെയും ചോദ്യങ്ങൾ വരാം, പട്ടിക പ്രത്യേകം ശ്രദ്ധിക്കണം. ടിബറ്റിലെ മാനസരോവറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ടിബറ്റിലെ മാനസരോവറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. അതേപോലെ തന്നെ ഓരോ നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ യമുന ഏത് നദിയുടെ പോഷക നദികളാണ്? എല്ലാ ട്രിബ്യൂട്ടറീസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യമുന എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പോഷക നദിയാണ്. അതുപോലെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ നോൺ ആസ് ഗ്രാനറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം അല്ലെങ്കിൽ ഗ്രാനറി എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ദി മോസ്റ്റ് എക്സ്റ്റെൻസീവ് ആൻഡ് ഓൾഡസ്റ്റ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ. ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? 15 ദശലക്ഷം കിലോമീറ്റർ വിസ്തൃതമുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി പെനിൻസുലാർ പ്ലാറ്റു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ഉത്തരം. അത് കേരളത്തിലാണ്. ദെൻ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ നോൺ ആസ് ദി സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അതും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ധാരാളം ധാതുക്കൾ അവിടെ കാണപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ നദികളുടെ പട്ടിക പേജ് നമ്പർ 123 ആ പട്ടികയെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ വരാം. ചോദ്യം, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഉത്തരം കൃഷ്ണ നദിയാണ്. അതേപോലെ മറ്റ് 5 നദികളും ഉത്ഭവിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ട്രിബ്യൂട്ടറീസ് ശ്രദ്ധിക്കുക. ഇവിടെ ചോദ്യം ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. കബനി, അമരാവതി എന്നിവ ദി ട്രിബ്യൂട്ടറീസ് ഓഫ് വിച്ച് റിവർ? ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനിയും അമരാവതിയും. ഗോദാവരി എന്ന് പറയുന്നത് ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? അതേപോലെ താപ്തി നദിയുടെ പോഷക നദി ഏതാണ്? മഹാനദിയുടെ പോഷക നദി ഏതാണെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത് ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത് ഗോദാവരിയാണ്. ദെൻ 19ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം താഴെ കാണിച്ചവയിൽ ഏതാണ്? കൊങ്കൺ തീരമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞു വെക്കണം. കൊങ്കൺ തീരത്തിന് പകരം ഗുജറാത്ത് തീരം എന്ന് വരാം. അതേപോലെ തന്നെ മലബാർ തീരം, മലബാർ കോസ്റ്റ് എന്നും വരാം. കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം ഏതാണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ 2 ഭാഗങ്ങളാണുള്ളത്. ഇതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഇതിലെ ശരിയുത്തരം ഏതാണ്? വടക്കൻ സിർക്കാസ് തീരം, നോർത്ത് സിർക്കാർ കോസ്റ്റ്. മറ്റൊരു ഭാഗം ഏതാണ്? കോറമാണ്ടൽ കോസ്റ്റ്. ദെൻ 3 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിമാലയൻ നിരകളിൽ ഉൾപ്പെട്ട ഹിമാദ്രിയുടെ സവിശേഷതകൾ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇതൊക്കെ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. ഏറ്റവും വടക്കുള്ളതാണ് ഹിമാദ്രി. അതിൻ്റെ മറ്റു പ്രത്യേകതകൾ എഴുതുക. ഹിമാലയൻ നിരകളിൽ ഉൾപ്പെട്ട സിവാലിക്കിൻ്റെ സവിശേഷതകൾ ഏറ്റവും തെക്കുള്ളതാണ്. അതിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. മറ്റു പ്രത്യേകതകളൊക്കെ ചേർത്ത് എഴുതണം. ഹിമാലയൻ നിരകളിൽ ഉൾപ്പെട്ട ഹിമാചലിൻ്റെ സവിശേഷതകൾ, അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എഴുതി വെക്കുക. ദെൻ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമായി ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ. ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ 2400 കിലോമീറ്റർ നീളം ഉള്ളതാണ്. അതിൻ്റെ നീളം വടക്ക് നിന്ന് തെക്കോട്ട് വരുന്തോറും കുറഞ്ഞു വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് ലഘുക്കുറിപ്പ് എഴുതുക. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടു. എന്താണ്? ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ്. അതേപോലെ തന്നെ ധാതുക്കളുടെ കലവറ എന്ന് അതിനെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിബിഡമായ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ധാരാളം നദികൾ അവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ദെൻ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകത. ഉത്തര മഹാസമുദ്രത്തെക്കുറിച്ചും ഒരു ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതാണ് ഉപദ്വീപീയ ഉത്തര മഹാസമുദ്രം. അതേപോലെ തന്നെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ പ്രദേശം. അവിടെയാണ് ഇന്ത്യയിലെ ഏക മരുഭൂമിയായ താർ മരുഭൂമിയൊക്കെ ഉൾപ്പെടുന്നത്. ദെൻ ഇന്ത്യയിലെ ദ്വീപ് സമൂഹമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സവിശേഷതകൾ. അപ്പോൾ അതിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ, അതിൻ്റെ മറ്റു പ്രത്യേകതകളൊക്കെ എഴുതി വെക്കാവുന്നതാണ്. ദെൻ ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവയിൽ ഉത്തര പർവ്വത മേഖലയുടെ സ്വാധീനം. ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ പഴയ കാലം മുതൽ തന്നെ ഇന്ത്യയിലെ വിദേശ ആക്രമണങ്ങളിൽ സംരക്ഷിച്ചിരുന്നു. ധാരാളം നദികളുടെ ഉത്ഭവ പ്രദേശമാണ്.
മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മഴ പെയ്യിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. ഹിമാലയൻ നദികളെയും ഉപദ്വീപീയ നദികളെയും താരതമ്യപ്പെടുത്തുക. പട്ടികയായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പടിഞ്ഞാറൻ തീരത്തെയും കിഴക്കൻ തീരത്തെയും താരതമ്യപ്പെടുത്തുക. പട്ടികയായിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് വീതി കുറഞ്ഞതാണ്, കിഴക്കൻ തീരം വീതി കൂടുതലാണ് എന്നൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങൾ എഴുതുക. ഇന്ത്യയിലെ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ എഴുതുക. അതുപോലെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഇന്ത്യയിലെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ മൺസൂണിനാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് പറയുന്നത്. ഒക്ടോബർ ചൂടൊക്കെ ആ കാലത്തുള്ളതാണ്. ദെൻ അടയാളപ്പെടുത്താനുള്ള ചോദ്യം: ഒരു നദി, ഒരു പീഠഭൂമി, ഒരു പർവ്വതം, ഒരു പ്ലാറ്റ്യൂ, ഒരു മൗണ്ടെയിൻ, അതുപോലെ ഒരു റിവർ എന്നിവ ഈ പാഠത്തു നിന്ന് വരും. അപ്പോൾ എല്ലാ നദികളും 6 നദികൾ പ്രത്യേകിച്ചും ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉപദ്വീപീയ നദികൾ 6 പ്രത്യേകിച്ച് പഠിക്കുക. അതുപോലെ പീഠഭൂമികൾ 5 പീഠഭൂമികൾ ഉണ്ട്. പിന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് വന്നത് കച്ച് ഉപദ്വീപാണ്. അതുപോലെ കത്തിയവാർ ഉപദ്വീപ്, മാൾവ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി ഒക്കെ വരാവുന്നതാണ്. ആരവല്ലി പർവ്വതം വരാൻ സാധ്യതയുണ്ട്. മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് പശ്ചിമഘട്ടമായിരുന്നു. അതുപോലെ തന്നെ വരാവുന്നതാണ് പൂർവ്വഘട്ടം, അതുപോലെ വിന്ധ്യ, സത്പുര ഒക്കെ. ദെൻ 8ാമത്തെ അധ്യായം. 8ാമത്തെ അധ്യായത്തിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 1 മാർക്കിൻ്റെ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട്. 8ാമത്തെ അധ്യായത്തിലെ ലാസ്റ്റ് ഭാഗത്തുള്ള തുറമുഖങ്ങളിൽ നിന്ന് 12 തുറമുഖങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരാം. ദെൻ ഇന്ത്യയിലെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആണവ നിലയങ്ങളുടെ ഒരു പട്ടിക ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 152 ഉണ്ട്. ആ പട്ടികയിൽ നിന്ന് ചോദ്യം ഉണ്ടാവാം. ചോദ്യം ഉദാഹരണം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, വിച്ച് ഈസ് ദി ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഗുജറാത്ത്. അതുപോലെ ഓരോ പവർ പ്ലാന്റും ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാം. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഗുജറാത്ത് ഏതാണ്? കാക്രാപ്പാറയാണ്. ഇവിടെ ഒരു ചെറിയൊരു പഠിക്കാനുള്ളൊരു കോഡ് പറയാം. കൈ ത കൂറ ന കാക്ക, കൈ ത കൂറ ന കാക്ക. ഇവിടെ ഈ ഓരോ ആണവ നിലയങ്ങളുടെയും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെയും ഫസ്റ്റ് ലെറ്ററാണ് ഈ പറയുന്നത്. അതിൻ്റെ സംസ്ഥാനങ്ങളുടെ പേര് KMT RUGT, RUGT, KMT RUGT എന്ന ക്രമത്തിൽ അതിനെ ഓർത്തു വെക്കാം. നമ്മളൊന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ്ബോയിലാണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയത് അയൺ ആൻഡ് സ്റ്റീലാണ്, ഇരുമ്പുരുക്ക് വ്യവസായമാണ്. നാണ്യവിളകളുടെ ചാർട്ട്, ക്യാഷ് ക്രോപ്സിൻ്റെ ചാർട്ട് പേജ് നമ്പർ 142 അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നാരുവിള അല്ലെങ്കിൽ ഫൈബർ ക്രോപ്സ് ഏതാണ്? ഫൈബർ ക്രോപ്സ് അവിടെ പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന് കോട്ടൺ ആണ്, ഇവിടെ ഓപ്ഷനിലുള്ളത് ചണം അഥവാ ജ്യൂട്ടാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിച്ച് ക്രോപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഫൈബർ? ഏതാണ് യൂണിവേഴ്സൽ ക്രോപ്പ്? യെസ്, പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിയാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈയാണ്. ഏറ്റവും അധികം കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്, ലാർജസ്റ്റ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഏതാണ്? യെസ്, ഉത്തർപ്രദേശാണ്. ദെൻ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? യെസ്, നമ്മുടെ കൊച്ചു കേരളമാണ്. ദെൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള പട്ടിക പേജ് നമ്പർ 149 ആ പട്ടികയിൽ നിന്നുള്ള ചോദ്യമാണ്. പട്ടികയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാം. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല, ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, സ്റ്റീൽ ഫാക്ടറി ഇൻ സൗത്ത് ഇന്ത്യ. ഏതാണ് ആൻസർ? യെസ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം, ഏതാണ്? ജാർഖണ്ഡിലെ ഝാരിയാണ്. ദെൻ ദേശീയ ജലപാതയുടെ പട്ടിക ഉണ്ട് പേജ് നമ്പർ 156 അതിൽ നിന്ന് ചോദ്യം വരാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയ ജലപാത 1 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഏതാണ്? ദേശീയ ജലപാത 3 കേരളത്തിലാണ്, കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 1 അലഹാബാദ് ഹാൽഡിയാണ്. ദെൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ചോദ്യങ്ങൾ. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മേന്മകൾ എന്ന് പറയുമ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മേന്മകളാണ് അത് വളരെ ചീപ്പസ്റ്റാണ്. അതുപോലെ
എന്താണ് കാർഗോ ട്രാൻസ്പോർട്ടിന് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എൻവയറൺമെൻറ്റൽ പൊല്യൂഷന് വളരെയധികം കുറവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്താവുന്നത്. ദെൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഒക്കെ ചോദ്യങ്ങളിൽ ഓരോരോ വിളകൾ ഓരോരോ ക്രോപ്പുകളുടെ എന്താണ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് യൂസ്ഫുൾ ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് യോജിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്നാണ് ചോദ്യം വരുന്നത്. അവിടെ ഉൾപ്പെടുത്തേണ്ടത് എന്താണ് അതിൻ്റെ മണ്ണ്, മഴ, ഓരോന്നിനും യോജിച്ച മണ്ണ്, മഴ, താപനില, അതാണ് അവിടെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണ സഹിതം വിശദമാക്കുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, അതുപോലെ നമ്മുടെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം പോലുള്ള ഊർജ്ജങ്ങളാണ്. അതിനെ വിശദീകരിക്കേണ്ടതുണ്ട്. ദെൻ ഒമ്പതാമത്തെ ചാപ്റ്റർ, അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ ഓപ്ഷൻ ചാപ്റ്ററാണ്. ഇവിടെ വരാവുന്ന ക്വസ്റ്റ്യൻസ്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ, 4 ധർമ്മങ്ങളാണ് ഭാരതീയ റിസർവ് ബാങ്കിനുള്ളത്. ആ 4 പോയിൻറ്റ്സും എഴുതി വെക്കേണ്ടതിൽ. അതുപോലെ സമ്പാദ്യ നിക്ഷേപം, സ്ഥിര നിക്ഷേപം എന്നിവയുടെ സവിശേഷതകൾ. ഇങ്ങനെ ചോദിച്ചാൽ 2 സവിശേഷതകൾ വീതം എഴുതിയാൽ മതി. അതുപോലെ പ്രചലിത നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് വ്യാപാരികളും വ്യവസായികളൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആവർത്തിത നിക്ഷേപം ഒരു നിശ്ചിത തുക ആവർത്തിക്കുന്ന നിക്ഷേപമാണ് ആവർത്തിത നിക്ഷേപം. എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കണം. അതുപോലെ ക്രെഡിറ്റ് കാർഡ് സംവിധാനം, ക്രെഡിറ്റ് കാർഡ് സംവിധാനത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ക്രെഡിറ്റ് കാർഡ് സംവിധാനം എന്ന് പറയുന്നത് ഒരു പുതിയ ആധുനിക കാലത്ത് വളരെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിനെക്കുറിച്ച് എഴുതണം. അതേപോലെ എന്താണ് സവിശേഷ ബാങ്കുകൾ? ഉദാഹരണ സഹിതം വിശദമാക്കുക. സവിശേഷ ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിൻ്റെ ഭാഗമായി മാത്രമായി ഉപയോഗിക്കുന്ന ബാങ്കുകളാണ്. ഉദാഹരണം എക്സിം ബാങ്ക്. എന്തിനാണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട്, അത് കയറ്റുമതിയും ഇറക്കുമതിക്കും സഹായിക്കുന്ന ബാങ്കാണ്. ഇതേപോലെ ഇന്ത്യൻ ചെറുകിട വ്യവസായ ബാങ്ക്, നബാർഡ് ഒക്കെ എക്സാമ്പിൾസാണ്. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ. ബാങ്കിതര ധനകാര്യ കമ്പനികൾ, ബാങ്കിതര ധനകാര്യ കമ്പനികൾ എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു എക്സാമ്പിളാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. അതിൻ്റെ പ്രവർത്തനം ആലോചിച്ചുകൊണ്ട് തന്നെ അതിന് ഉത്തരം എഴുതാവുന്നതാണ്. മൈക്രോ ഫിനാൻസ്, മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ വികസനം നടത്തുക, പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുക, സമ്പാദ്യശീലം വളർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉൾപ്പെടുന്നത്. ദെൻ പത്താമത്തെ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യനാണ് വരുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാം? അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഉത്തരങ്ങൾ, അതായത് ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം, ന്യായവില, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റു പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഗുണമേന്മ എന്നുമായിട്ട് ബന്ധപ്പെട്ട് ഗുണമേന്മ ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുക. വിശ്വാസ്യത എന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയാം മായം ചേർക്കുക. ന്യായവില, അമിത വില ഈടാക്കുക. അതുപോലെ വിൽപ്പനാനന്തര സേവനം അല്ലെങ്കിൽ വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകുന്നത് കാലതാമസം ഉണ്ടാവുക. ഈ രീതിയിൽ അതുപോലെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്ന സാഹചര്യങ്ങളും ഏകദേശം ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്ന സാഹചര്യങ്ങൾ. ദെൻ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തെല്ലാം? എന്താണ്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിനും സംരക്ഷിക്കുക, സാധനങ്ങളും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം, ന്യായവിലക്ക് ലഭിക്കാനുള്ള അവകാശം, തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള അവകാശം. ദെൻ ഉപഭോക്തൃ കോടതികളിൽ ലഭിക്കുന്ന വിവിധ പരിഹാരങ്ങൾ എന്തെല്ലാം? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗുണമേന്മ, വിശ്വാസ്യത, ന്യായവില, വിൽപ്പനാനന്തര സേവനം തുടങ്ങിയ പോയിന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോകാൻ പറ്റും. എന്താണ്? കേടുപാടുകൾ സംഭവിച്ച സാധനത്തിന് പകരം സാധനങ്ങൾ കൊടുക്കുക, അതുപോലെ എന്താണ് മായം ചേർക്കൽ സാധനങ്ങളുടെ നടപടികൾ നിർത്തലാക്കുക, അതുപോലെ സേവനങ്ങളിലെ കോട്ടങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകുക, പരാതി ചെലവ് ലഭ്യമാക്കുക, അമിത വില തിരിച്ചു നൽകുക തുടങ്ങിയ ഉത്തരങ്ങളൊക്കെ അവിടെ വരാവുന്നതാണ്. പ്രധാനമായുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ മറ്റ് ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരാവുന്നതാണ്. ഇതുവരെ വിശദീകരിച്ചത് ഈ
തിങ്കളാഴ്ച നടക്കുന്ന SSLC പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ അവതരണമാണ്. പ്രത്യേകിച്ചും ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ളത്, മോഡൽ പരീക്ഷയിലെ പല ചോദ്യങ്ങളും SSLC പരീക്ഷയിൽ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ അവതരിപ്പിച്ച ചോദ്യങ്ങളിലൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കടന്നു പോവുക. മറ്റ് ചോദ്യങ്ങളും ശ്രദ്ധിക്കുക. എല്ലാവർക്കും വളരെ നല്ല ഉയർന്ന ഒരു വിജയം ഈ SSLC SS പരീക്ഷയിൽ നേടാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.